ദൈവം തന്ന കുടുംബ ജീവിതത്തിലുണ്ടല്ലോ ചില കീറലുകൾ വരും. അയ്യോ ഇതെന്താ ഇങ്ങനെ, ചില വഴക്കുകൾ വരും, ചില പിണക്കങ്ങൾ വരും. നമ്മൾ ഓർക്കും ഇത് കുടുംബം തകർന്നു, എല്ലാം മക്കളുടെ വഴി, ഭാര്യയുടെ വഴി, ഒന്നും സംഭവിക്കത്തില്ല. ദൈവമാ നിനക്ക് ആ കുടുംബത്തെ, ദൈവമാ നിറച്ചു മത്സ്യത്തെ അവർക്ക് കൊടുക്കാൻ അനുഗ്രഹിച്ചു കൊടുത്തതാ. പക്ഷെ വലയിൽ അന്നേരം ഒരു മീനില്ലാതിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു കീറലും ഇല്ലായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ പറയില്ലേ, ഞങ്ങൾക്ക് ദൈവം തന്നതിനകത്ത് കീറൽ വന്നതുകൊണ്ട് ഞങ്ങളിനി പള്ളിയിലോ പ്രാർത്ഥനയ്ക്കോ ഒന്നുമില്ല. ദൈവം തരുന്ന ജീവിതത്തിൻ്റെ മേൽ ചിലപ്പോൾ ഇങ്ങനെ ചില കീറലുകളൊക്കെ വരാം. ദൈവം തന്നതൊന്നും, അത് പണമായാലും ശുശ്രൂഷയായാലും ബന്ധമായാലും, ദൈവം നിനക്ക് തന്ന നിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വ്യക്തി ദൈവമാണോ നിനക്ക് തന്നത്, ദൈവമാണോ നിന്റെ ജീവിതത്തിൽ എത്തിച്ചത്, അത് നഷ്ടമായി പോകത്തില്ല. നിങ്ങളുടെ കണ്ണുകളെ അടച്ച് 1-2 പേര് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ദിവസം സമാധാനമുണ്ടെങ്കിൽ 10 ദിവസം വീട്ടിൽ വഴക്കാണ്. ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെയാണ്. ഒരു നേരം സന്തോഷം വന്നോ 10 നേരം വഴക്കാണ്. എന്നാന്നറിയത്തില്ല, വീടിൻ്റെ എന്തേലും ദോഷമാണോ ഇനി എന്താണെന്നറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഏറ്റവും കുറവ് സംസാരം നടക്കുന്നത് പോലും വീട്ടിലായിരിക്കും. അപ്പനും അമ്മയും മക്കളും തമ്മിലായിരിക്കും ഏറ്റവും കുറവ് സംസാരങ്ങൾ നടക്കുക. പുറത്തിറങ്ങിയാൽ ഒരുപാട് സംസാരിക്കുന്ന ചിലർ വീട്ടിലധികം മിണ്ടാറില്ല, അധികം കാര്യങ്ങൾ പറയത്തില്ല. എന്തോ പറയാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും. വേറെ ചിലരുടെ പ്രാർത്ഥനയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു നന്മ വരുമ്പം പല സാഹചര്യങ്ങൾ കൊണ്ടും വഴക്കുകൾ കൊണ്ടും അതൊക്കെ നഷ്ടമാകുന്നു. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പല നന്മകളും നഷ്ടമായി, പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയി. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ നന്മ തിരിച്ചു വരുന്നില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കാരണമില്ലാത്ത ചില ദുഃഖങ്ങൾ പലരുടെ ജീവിതത്തിലുണ്ട്. എന്നാന്നറിയത്തില്ല, എന്നാൽ കുറേ പ്രശ്നങ്ങളാണ്. കാരണമില്ലാത്ത കുറേ പ്രശ്നങ്ങൾ, കാരണമില്ലാത്ത കുറേ ദുഃഖങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ജനത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലെ 5 അപ്പമേ ഉള്ളൂ, 2 മീനും. യേശു പറഞ്ഞു, ആളുകളോട് പന്തികളായിരിക്കാൻ ആവശ്യപ്പെടുക, എന്നിട്ട് ആ 5 അപ്പവും 2 മീനും എൻ്റെ കയ്യിൽ തരുക. പ്രിയപ്പെട്ടവരെ, അവർ ആ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതല്ലേ അവിടെ ഒരു വലിയ അത്ഭുതമുണ്ടാകാൻ കാരണം? ഇന്ന് നമ്മൾ കൊടുക്കുന്നത് 5 അപ്പവും 2 മീനുമല്ല. ഇന്ന് ഞാൻ കൊടുക്കുന്നത് എൻ്റെ വീടിനെയാണ്. ഇന്ന് ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് എൻ്റെ തകർന്ന ജീവിതമാണ്, എൻ്റെ തകർന്ന ഭാവിയാണ്, എൻ്റെ കലങ്ങി മറിഞ്ഞ മനസ്സാണ്, എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യമാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നത് അതൊരത്ഭുതമായി മാറാതിരിക്കില്ല. ഏത് വിഷയമാണോ ദൈവകരങ്ങളിൽ കൊടുക്കുന്നത്, ഒരുപക്ഷെ ചിലർ അവരുടെ കൈകളിലുള്ള ഒരു സ്വപ്നമായിരിക്കും ദൈവകരങ്ങളിൽ കൊടുക്കുന്നത്. എനിക്ക് ഈ രാജ്യത്തിൻ്റെ വെളിയിൽ പോയി ഒന്ന് പഠിക്കണം, ഇന്ന ജോലി ഒന്ന് കിട്ടണം. ചിലപ്പോൾ ആ നല്ല സ്വപ്നമായിരിക്കും യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ ചിലർ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ പാസ്പോർട്ടായിരിക്കും. ദൈവമേ, ഇതിനകത്തൊരത്ഭുതം നടന്നു കാണണം, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം, ഒരു ഉത്തരമായി വെളിപ്പെടണം. ചിലർ പ്രാർത്ഥിക്കുന്നത് അവരുടെ മെഡിക്കൽ റിപ്പോർട്ടായിരിക്കും. ആ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടുകൊണ്ട് ഭയപ്പെട്ടിരിക്കുമായിരിക്കും.
പേടി തോന്നുന്നുണ്ടാവും ആ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടുകൊണ്ട്. അതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേ. ഒരത്ഭുതം നടക്കില്ല എന്നും പറഞ്ഞ് പോകാൻ വരട്ടെ. ഒന്നും നടക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് പോകാൻ വരട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങും, അത്ഭുതങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത് കൈകൊട്ടി പാടാൻ ചില കാരണമുണ്ട്. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ചെല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല വിഷമങ്ങളെയും സകല നിരാശകളെയും വേദനകളെയും മെഡിക്കൽ റിപ്പോർട്ടിനെയും ചില സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും 5 അപ്പവും 2 മീനിൻ്റെയും സ്ഥാനത്ത് യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുക. അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ. ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. യഹോവയാം ദൈവം എൻ്റെ ഇടയനാണ്. ദൈവം ഇടയനായിട്ട് കൂടെയുണ്ടെങ്കിൽ ഒരു കുറവും വരികയില്ല, ഒരനർത്ഥവും വരികയില്ല, ഒരു തകർച്ചയും നിന്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. യഹോവയാം ദൈവം എൻ്റെ കൂടെയുണ്ട്. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ചേർന്ന് പാടി. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരെ കൂടി നടന്നാൽ ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻവടിമേ. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കൊന്നിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. അടുത്ത വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയാണ്. പിന്നെ തൊട്ടു തലേ വെള്ളിയാഴ്ച 40-ാം വെള്ളിയാണ്. അതായത് ഇന്ന് ഒത്തിരി നിയോഗത്തോടെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരും ഒത്തിരി പ്രതീക്ഷയോടെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിറകിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നാണ്. ഇതിനകത്ത് നല്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള വലിയ സാക്ഷ്യങ്ങൾ ഉള്ളവർ ഇതിനകത്തുണ്ട്. ഞാൻ അവരെ വ്യക്തിപരമായി ഇന്ന് കാണാനിട വന്നു. അവരുടെ സാക്ഷ്യങ്ങൾ പോലും ഈ ദിവസത്തിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും, അനുഗ്രഹമായിട്ട് മാറും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ 40-ാം വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 3 മണിക്ക് ശേഷം ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. എന്നറിയത്തില്ല, 2:45 കഴിഞ്ഞപ്പം ഉറക്കം തെളിഞ്ഞൊന്നും നേരം വെളുത്തൊരു പ്രതീതിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഒട്ടും ഉറങ്ങാൻ പറ്റുന്നേയില്ല. അപ്പോൾ ഈ വെള്ളിയാഴ്ച എന്ത് പറയും, എന്ത് പ്രസംഗിക്കണം എന്നൊക്കെ ആലോചിച്ച് ആ കട്ടിലേ തന്നെ കിടന്നു.
അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഓരോരുത്തരും, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്ന ഞങ്ങളും ഓരോരുത്തരെ കാണുമ്പോൾ ഓർക്കും, ഓ ആ വ്യക്തി ഭയങ്കര എന്തോ സൗഭാഗ്യത്തിലാണ്. നിങ്ങൾ ചിലപ്പോൾ എന്നെക്കുറിച്ച് ഓർക്കും, ഈ വ്യക്തി നല്ല സൗഭാഗ്യത്തിലാണ്, സന്തോഷമാണ്. ഓരോരുത്തരെയും നമ്മൾ അടുത്തറിയുമ്പോഴാണ് അവർ അനുഭവിക്കുന്ന വേദന, ഓ നിങ്ങൾ ഇത്രയും വലിയ പ്രയാസമുള്ള ഒരാളായിരുന്നല്ലേ എന്ന് നമുക്ക് തോന്നുക. ഒടിഞ്ഞ എല്ലിന് പൊട്ടുള്ള ഒരാൾ ആ ഒടിഞ്ഞ പൊട്ടുള്ള കാലും വെച്ച് ട്രാക്കിൽ കൂടി ഓടുവാണ്. കാണികളായിട്ടിരിക്കുന്നവരൊക്കെ കൈയടിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമാണ് കാണികൾക്ക്. പക്ഷെ ഓടുന്നവൻ എല്ല് പൊട്ടിയിട്ടും കാല് വലിച്ചോണ്ടാണ് ഓടുന്നത്. ഒരിക്കലൊരു പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നു, കുട്ടികളുടെ കലോത്സവത്തിൽ ഒരു കൊച്ച് അതിന് ഒരു ദിവസം മുമ്പ് കണ്ട് വീണ് കാലിന് പരിക്ക് പറ്റി. പക്ഷെ ആ പരിക്ക് പറ്റിയ കാലോടുകൂടി ആ കൊച്ച് ഡാൻസ് ചെയ്യുകയാണ്. അത് പേപ്പറിലൊരു വാർത്തയായിട്ട് വന്ന്. ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. അസ്ഥി ഒടിഞ്ഞ വേദനയുണ്ട് നമ്മുടെ മനസ്സിന്. എല്ലുകൾക്ക് പൊട്ടലുണ്ടായാൽ ഭയങ്കരം വേദനയാണ്. നമ്മുടെ അസ്ഥികൾക്ക് പൊട്ടലുണ്ടായ വേദനയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിനുള്ളത്. ചിലപ്പോൾ പ്രസംഗിക്കുന്ന ഞാനും പാടുന്നവരും ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെയോ ചില പൊട്ടലുകളുണ്ട്, എന്നിട്ടും കരമുയർത്തുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒടിഞ്ഞ കാല് വെച്ച് ഓടുന്നവനെ പോലെയാണ് ചിലപ്പോൾ പ്രസംഗിക്കാൻ കയറി വരുന്നത്. അല്ലെങ്കിൽ കാലുളുക്കിയ ഒരു കൊച്ചു സ്റ്റേജിൽ കയറി ഡാൻസ് പെർഫോമൻസ് ചെയ്യുമ്പോൾ കാണികൾക്ക് പാട്ട് കേട്ട് പറയും, ഭയങ്കരം പാട്ടാണ്, ഭയങ്കരം ഡാൻസായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും. പക്ഷേ ആ കൊച്ചിനെ അറിയത്തുള്ളൂ, അതിൻ്റെ കാല് മിനിഞ്ഞാൻ ഉളുക്കി കെട്ടിച്ചിട്ട് വന്നതാ, ആ വേദനയും വെച്ചായി ഡാൻസ് ചെയ്തത്, ചിലപ്പോൾ ഓടിയത്. നമ്മളൊക്കെ ഉണ്ടല്ലോ, അസ്ഥി പൊട്ടിയ വേദന മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. കുറച്ച് വെള്ളം കുടിക്കാൻ പോവും, കുറച്ച് നേരം തിണ്ണേ പോയിരിക്കും, കുറച്ച് നേരം TV എടുത്ത് ഓൺ ചെയ്ത് വയ്ക്കും. രാത്രിയിൽ ഒട്ടും അവർക്ക് ഉറക്കമില്ല, ടെൻഷനാണ്. ഇനി 40-ാം വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചെറുതും വലുതുമായ വേദനകളൊക്കെ ദൈവകരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കണം. അസ്ഥി പൊട്ടിയ എല്ല് പൊട്ടിയ വേദനയുണ്ട് നമുക്ക്. ഒരു കടങ്കഥ പോലെ, ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. രണ്ടുപേരെ സംബന്ധിച്ചും ഭാരം തന്നെയാണ്. ആന പറയും ഈ തടി എനിക്ക് ഭയങ്കര ഭാരമാണ്. ഉറുമ്പ് പറയും ഇത്രയുള്ള അരിമണിയില്ലേ അത് ഭയങ്കര ഭാരമാണ്. നമ്മൾ നോക്കിയിട്ട് പറയും അരിമണിയല്ലേ ഉള്ളൂ, അതിനാണോ ഭാരം? ഉറുമ്പിനെ സംബന്ധിച്ച് അരി ഭാരമാണ്. ആനയെ സംബന്ധിച്ച് അരി പ്രശ്നമില്ല, ആ തടി വലിയ ഭാരമാണ്. ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിനോ അരിഭാരം. എന്തൊക്കെയോ വിഷമങ്ങളും വേദനകളും എല്ലാം മനസ്സിലുണ്ട്. ആ വേദനയിൽ നിന്നുകൊണ്ടാണ് ഈ ചൂട് സഹിച്ച് ഇതിനകത്തിരിക്കുന്നത്, ഈ പ്രാർത്ഥന കേൾക്കുന്നത്, ഈ വചനം കേൾക്കുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാതെ ഇരിക്കുകയില്ല, അനുഗ്രഹിക്കാതിരിക്കത്തില്ല. ഇതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട്. നമ്മൾ കാണുന്നില്ലേലും നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മൾ കാണുന്നില്ല, സത്യമാണ്, പക്ഷെ നമ്മളെ അത് കാണുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ഒരാൾ വിളിച്ച് പറഞ്ഞ് നിങ്ങളൊരു ദിവസം വന്ന് പ്രാർത്ഥിക്ക്. അപ്പോൾ അവർ പറയുവാണ്, വചനം കേൾക്കാനോ ധ്യാനത്തിനോ ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ ആർക്കാ നേരം? നിങ്ങൾ എന്താ പറയുന്നത്? നല്ല തിരക്കുണ്ട്, അതിനിടയിൽ ഇതിനൊക്കെ എവിടാ നേരം? അങ്ങനെ പറയുന്നവരോട് ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എവിടാ നേരം? പക്ഷേ ജീവിതമല്ലേ, ഇപ്പം നേരമില്ല. എവിടെയെങ്കിലും പോയി ഒന്ന് ഇടിച്ച് വീഴുമ്പോഴാണ് നമ്മൾ ബോധം വരുന്നത്. എവിടെയെങ്കിലും പോയി ഇടിച്ച് നിലത്തോട്ട് വീഴുമ്പോഴാണ് അറിയുന്നത് പ്രാർത്ഥിക്കണം. എവിടാ ധ്യാനമുള്ളത്? പുള്ളിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു കൗൺസിലിംഗ് വല്ലതും കിട്ടുമോ? ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. നേരത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇതിനൊക്കെ ആർക്കാ നേരം?
ഇതിനൊക്കെ എവിടാ സമയം? നിങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ, ഇതല്ലേ പണിയുള്ളൂ. ഇത് പണിയില്ലാത്തവരുടെ ഒരു പണിയല്ല. എവിടെയും തട്ടി വീഴാതിരിക്കാൻ ഒരു വെളിച്ചം ജീവിതത്തിൽ ആവശ്യമാണ്. അല്ലേ, എവിടെയെങ്കിലും പോയി ഇടിച്ച് നിലത്തോട്ട് വീഴുമ്പോഴാ പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം എന്നൊക്കെ ചിന്തകൾ പോലും വരുന്നത്. ഒന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എന്നിട്ട് നിങ്ങളുടെ ആ അസ്ഥി ഒടിഞ്ഞ പോലെയുള്ള ചില വേദനകളുണ്ട്. കാലിൻ്റെയോ കൈയുടെയോ എല്ല് പൊട്ടിയാലുള്ള വേദനയുണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത വേദനയാ. അങ്ങ് നീരങ്ങ് കയറും. ഡോക്ടർ പറയും എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, നിങ്ങൾ എക്സ്റേ എടുക്കണം. എല്ല് പൊട്ടിയ വേദനയുണ്ട്. കർത്താവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ചിലർക്ക് മനസ്സ് മുഴുവൻ സങ്കടത്തിൻ്റെ ആഴമാണ്. എന്തു തീരുമാനിക്കണം? പ്രിയപ്പെട്ടവർ പോലും അകന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന പരാതിയുണ്ട് ചിലർക്ക്. ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ അന്തരീക്ഷത്തിൽ പോയി, ഇതിനൊന്നും ഒരു പ്രതിഫലവും കിട്ടിയിട്ടില്ല, വർഷം 5 കഴിഞ്ഞു, ഇപ്പം 6 വർഷമായി എന്നൊക്കെ പറയുന്നവരുണ്ട്. സാരമില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരാതിരിക്കില്ല. പ്രാർത്ഥനയെ ദൈവം കണ്ടില്ല എന്ന് വെച്ച് തള്ളിക്കളയത്തില്ല. നിന്റെ കണ്ണുനീരിനെ ദൈവം സ്വീകരിക്കുന്നത് തൂവാലയിലല്ല, അത് പാത്രത്തിലാണ്. അത് കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിക്കുന്നുവെന്നാണ്, അത് പാത്രത്തിൽ ഒരു കുപ്പിയിൽ ശേഖരിക്കുന്നുവെന്നാണ്. കർത്താവ്, ഞങ്ങളുടെ കരങ്ങളിൽ ഈ 40-ാം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സകല അവസ്ഥകളും, ഞങ്ങളുടെ വേദനയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളും ആ കുരിശിനോടൊന്ന് ചേർത്ത് വെച്ച് ആ പാടിയ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിക്കുക. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുന്ന സമയമുണ്ട്. ഏറ്റവും പുറകിലിരിക്കുന്നവർ, സൈഡിൽ താഴ്ഭാഗത്തിരിക്കുന്നവർ, പുറകിലെ വരാന്തയിൽ ഇരിക്കുന്നവർ എല്ലാവരും കേട്ട്, കണ്ണുനീരിൻ്റെ ഒരു താഴ്വരയുണ്ട് ജീവിതത്തിൽ. എൻ്റെ കുടുംബം എന്താ ഇങ്ങനെ ആയത്? എൻ്റെ ജീവിത പങ്കാളി എന്താ ഇങ്ങനെ? എൻ്റെ മക്കളെന്താ ഇങ്ങനെ ആയത്? ഒരു ദിവസം സ്വസ്ഥതയുള്ള ഒരു ദിവസം എനിക്കില്ലല്ലോ. 5 ദിവസം സമാധാനമാണ്, 50 ദിവസം വീട്ടിൽ വഴക്കാണ്. ഒരു ദിവസം സമാധാനം ഇല്ല, ഒരു ഭയമുണ്ട്, ഒരു പേടിയുണ്ട്. ഒന്ന് കണ്ണുകളെ അടച്ച് ജീവിതമൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആ കുരിശിനോട് ചേർത്ത് അകത്തൂന്ന്, ഹൃദയത്തിൻ്റെ അകത്തൂന്ന്, അസ്ഥി പൊട്ടിയ വേദനയുള്ള ആ മനസ്സീന്ന് കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട്. അന്ത്യം ഒന്നും കൂടെ ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. പറഞ്ഞേ ആമേൻ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വചനം ഈ 40-ാം വെള്ളിയാഴ്ച ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇതിനു മുമ്പ് ഈ വാക്കുകളും വാക്യങ്ങളും പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ഭക്ഷണം പോലെ മുറിച്ച് വിളമ്പിത്തരുവാണ്. 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. ഇതുമാത്രം ഒന്ന് വിശ്വസിക്കണം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മരത്തിന്, മരം അതിനെന്തുണ്ട്? പ്രത്യാശയുണ്ട്. പ്രത്യാശയുണ്ട്. നമ്മളെപ്പോലുള്ള മനുഷ്യർക്കാണ് പ്രത്യാശയില്ലാത്തത്. ദൈവവചനം പറയുമോ, അതേ നിങ്ങളാ നോക്കുക, ആ പറമ്പിൽ നിൽക്കുന്ന മരം, ആ ഇല്ലി പ്ലാവ്, അതിനെല്ലാം ഭയങ്കര പ്രത്യാശയുണ്ട്.
എന്താ പ്രത്യാശ എന്നറിയാമോ? മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. ഉണങ്ങിപ്പോകൂന്നല്ല, മുറിച്ചാൽ. ആരാണ് നിങ്ങളെ മുറിച്ചത്? അത് വലിയ ചോദ്യമാണ്. ഒരുപാട് നാള് സ്നേഹത്തോടെ കൂടെ നിന്ന ചില ആളുകൾ വല്ലാതെ മുറിച്ച് കാണും ചിലപ്പം ജീവിതത്തെ. മക്കളായിരിക്കും ജീവിതത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചത്. ജീവിത പങ്കാളിയായിരിക്കും, അയൽവാസിയായിരിക്കും, പലരും ആകാം. മുറിവേൽപ്പിച്ച പലരുമുണ്ട്. ശരീരത്തിനല്ല കേട്ടോ, മനസ്സിന്. അതാണ് ഏറ്റവും വലിയ ഉണങ്ങാത്ത ഒരു പ്രതിസന്ധിയാണ് മനസ്സിനേറ്റ മുറിവ്. ദൈവവചനം പറയുവാണ്, പറമ്പിൽ നിൽക്കുന്ന മരത്തിന് പോലും പ്രത്യാശയുണ്ട്, അത് മുറിച്ചാൽ വീണ്ടും തളിർക്കും. ഇത് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. മുറിച്ചിട്ട് വീണ്ടും തളിർത്ത ഒരാളാണ് ഇന്ന് നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ മുറിവുകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നും ഉണങ്ങി സൗഖ്യമായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ അത് ഭയങ്കര വേദനയാണ്. ചിലപ്പോഴൊക്കെ അത് ചില മുറിവുകൾ അങ്ങനെയല്ലേ, പുറമേ ഉണങ്ങിക്കാണും, പക്ഷെ അകമേ അങ്ങോട്ട് ഇങ്ങനെ തൊടുമ്പം ഭയങ്കര വേദന ആയിരിക്കും. അകം ഉണങ്ങിയിട്ടില്ല. നമ്മുടെ പല മുറിവുകളും പുറമേ ഉണങ്ങിയതാണ്, പക്ഷേ അകമേ പലർക്കും അത് ഭയങ്കര വേദനയാണ്. എല്ലാവരുടെയും ചോദിച്ചു നോക്കിയേ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് ആദ്യം മുറിവേൽപ്പിച്ചത്. നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ചിലരുണ്ട്, അവരാദ്യം നമ്മളെ പോറിയത്. അപ്പോഴാണ് നമ്മൾ ഭയപ്പെട്ടത്, ഇതെന്താ അങ്ങനെ സംഭവിച്ചത്. പക്ഷെ അവിടെ തോക്കരുത്. ബൈബിൾ വചനം പറയുവാണ്, മുറിച്ചാലും വീണ്ടും തളിർത്തോണം. വീണ്ടും തളിർക്കാൻ. ശുശ്രൂഷ ജീവിതത്തിൽ മുറിവേറ്റവരുണ്ട്, സമർപ്പണ ജീവിതത്തിൽ മുറിവേറ്റവരുണ്ട്, കുടുംബജീവിതത്തിൽ മുറിവേറ്റവരുണ്ട്. ഞാൻ ഈ കല്യാണമേ കഴിക്കുന്നില്ല. എന്താ അങ്ങനെ തീരുമാനിച്ചത്? ജീവിതത്തിലേറ്റ മുറിവ്. എനിക്കിനി ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് റൂം എടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു. എന്നാ പറ്റി? ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് കിട്ടിയ വെട്ട്. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല ഫാദർ. കൂടെ നിന്ന് ആരോ നിന്നെ ചതിച്ചിട്ടുണ്ട്, നിന്റെ പൈസ ചതിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്നാന്നറിയില്ല, ആരെയും അങ്ങ് വിശ്വാസമില്ല. എവിടെയോ നല്ല മുറിവ് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ശത്രുക്കളെക്കാൾ നമ്മളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മിത്രങ്ങളാണ്, കൂടെ നിന്നവരാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്ക്, എല്ലാവരുടെ മനസ്സിലും കാണും, നമ്മളേറ്റവും കൂടുതൽ വിശ്വസിച്ചവർ, എല്ലാം തുറന്നു പറഞ്ഞവരാ ആദ്യത്തെ വെട്ടുകേറി വെട്ടിയത്. പക്ഷെ അങ്ങനെ ചില വേദനിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ഉണ്ടെന്ന് ചുമ്മാ പറയുമല്ല, കണ്ണടച്ച് ഇങ്ങനെ ഉണ്ടെന്ന് ചുമ്മാ പൊടി വിതറുമല്ല, ഉണ്ട്. ഞാൻ കണ്ടു ചിലരെ ഇതേപോലെ വേദനിക്കുന്നവരെ. ചില ആളുകൾ ആ വെട്ട് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ ഡിപ്രഷനായിപ്പോയി. ചില ആളുകൾക്ക് മരിക്കണമെന്നൊരു തോന്നൽ കയറിയിരിക്കുവാണ്, മരിക്കണം. അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എങ്ങനെ മരിക്കാനുള്ള മാർഗങ്ങൾ. ഗൂഗിളിൽ സെർച്ച് ചെയ്തത് അവർ നോക്കി, എങ്ങനെയാണ് വേദന അറിയാതെ മരിക്കാൻ പറ്റുക, അതിനെന്തൊക്കെ വിദ്യകളാണ് ഉള്ളത് ചിന്തിച്ചിരിക്കുന്നു അവർ. ജീവിതത്തിൽ മുറിവേറ്റവരോടും വേദനിക്കുന്നവരോടും പറയുവാണ്, മുറിച്ചാലും ഉണങ്ങിപ്പോകാനായിരിക്കരുത് ആ മുറിവ്. വീണ്ടും വീണ്ടും തളിർക്കണം. അങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വായിച്ചേ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, ഭയങ്കര പ്രത്യാശയുണ്ട്. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അടുത്ത വാക്കൊന്ന് കേൾക്കുവാണ്. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അതിന്. ഏതിന്? ഈ മുറിവേറ്റ ഈ മരത്തിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കയില്ല. അവിടെ ഒരു വാക്കുണ്ട്, പുതിയത്. ആ വാക്ക് എന്തിനാണ് അവിടെ കൊണ്ടുവന്നതാവോ? മുറിവേറ്റ ഈ മരത്തിന് ശാഖകൾ ഉണ്ടാകുമെന്നല്ല, പുതിയ ശാഖകൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതവും അങ്ങനാണ്. പുതിയ ശാഖകൾ ഉണ്ടാവും, പുതിയ ശുശ്രൂഷകൾ കിട്ടും, പുതിയ ബന്ധങ്ങൾ വരും, പുതിയ പുതിയ കാര്യങ്ങൾ. അത് ദൈവം കൊണ്ടിരുന്നതാണ്. പുതിയത്
മുറിവേൽപ്പിച്ചവരെ വീണ്ടും ചിന്തിച്ചോണ്ട് മനസ്സിനെ കലക്കി കളയല്ല. പുതിയത് വരും, ഹല്ലേലൂയ, പുതിയത് വരും. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഇങ്ങനെ എഴുന്നേറ്റ് അസമയത്താണ് എഴുന്നേക്കുന്നത്. അപ്പോഴിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ എത്ര സമയം. നമുക്ക് ചില സമയത്ത് സമയം പോവില്ല. ഇപ്പോൾ നോക്കിയോ 2:55 ആയി. ഇനി 3 മണി 4 മണി 5 മണിയൊക്കെ 3 മണിക്കൂറുണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞും കൂടെ നോക്കിയപ്പോണ്ട് നമ്മൾ വിചാരിച്ച 5 മണി ആയെന്ന്. നോക്കിയപ്പോൾ 3:05 ആയിട്ടുള്ളൂ. 10 മിനിറ്റേ പോയിട്ടുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയപ്പം 3:16 ആയിട്ടുള്ളൂ. 10-15 മിനിറ്റ് പോലും മാറിയിട്ടില്ല. നമുക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞു പോയ സമയമേ പോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം എനിക്കുണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അന്ന് എൻ്റെ ഞാനിങ്ങനെ ബോധത്തോടെ ചിന്തിച്ചു. ഈ മുറിവേറ്റ കുറേ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഈ മരം ചില മനുഷ്യരാണ്, നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ വളരെ വളരെ മുറിവേറ്റ കുറേ സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കാനൊക്കെ ഒരു യോഗ്യത വേണം മിനിമം. ആ യോഗ്യത ഒട്ടുമേ ഇല്ലാത്ത ഒരാളെ ഇവിടെ നിർത്തണമെങ്കിൽ ഒരു പാട്ട് പോലെ ഉണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ. ആരോ എഴുതിയ പാട്ടാ, പക്ഷെ നമുക്ക് തോന്നും നമ്മളെക്കുറിച്ച് എഴുതാം. നമ്മൾ എഴുതിയ പോലെ തോന്നും, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ എത്രയോ പേര് പ്രാർത്ഥിക്കാൻ ക്യൂ നിൽക്കുന്നു. വളരെ ഇങ്ങനെ ആഗ്രഹിച്ച് ഈ മുറിവേറ്റ എന്നെ കാണാൻ എന്തിനാണ് ഇത്രയും മനുഷ്യർ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ ഏറ്റവും ഒരു ഭാഗ്യം കെട്ടവനായി കണ്ട ഒരു കാലമുണ്ട്. ഞാൻ എന്നെ ഒരു ഭാഗ്യം കെട്ടവനായിട്ട് ഞാൻ മനസ്സ് ചിന്തിച്ചിട്ടുണ്ട്. ആരോടും പറഞ്ഞിട്ടില്ല. എന്തിനാണാവോ ഇദ്ദേഹമൊക്കെ എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നത്, ഇയാളുടെ ഉള്ള ഭാഗ്യം കൂടെ എൻ്റെ കാരണം കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ അങ്ങനെ കേമനായിട്ടും വലുതായിട്ടും ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്, ഐശ്വര്യം കെട്ടവനാണ്. എന്നെ ഒരുപാട് പേർ നീ ഒരു ഭാഗ്യം കെട്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ഭാഗ്യമില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യമില്ലാത്തൊരാളാണെന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ എനിക്ക് എന്തൊക്കെയോ ഭാഗ്യക്കേട് കാണും. പക്ഷെ ഇന്ന് ഞാൻ നിൽക്കുന്നതൊരു ഭാഗ്യത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഏത് ഭാഗ്യം കെട്ടവനെയും ഭാഗ്യവാനാക്കുന്നൊരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മേന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു ഇത്? ഈ നിൽക്കുന്ന ഞാൻ അതിൻ്റെ ഒരു ചെറിയ തെളിവാണ്. ഞാൻ ഓർക്കുന്നു, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു കാര്യം ഞാൻ ഓർത്ത്. ഞാൻ 4 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്, ABCD. 10ാം ക്ലാസ് പരീക്ഷ എടുക്കുമ്പോൾ ഇന്നിങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. സ്കൂളിലെ ഈ മോഡൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരെയൊക്കെ A ക്ലാസ്സിൽ കൊണ്ടുവരും. അവർക്ക് സ്പെഷ്യൽ ഒരു ക്ലാസ് കൊടുക്കും. പിന്നെയുള്ളവരെ B, പിന്നെ ഒരു ജയിക്കാൻ സാധ്യതയുള്ളവരെ C, ഒരിക്കലും ജയിക്കാത്തവരെയാണ് Dയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് Dയിൽ പ്രതിഷ്ഠ കിട്ടിയ ആളാണ്. എല്ലാവരും പഠിക്കാത്തവർ, കൂട്ടി വായിക്കാൻ പോലും അറിയില്ലാത്തവർ. എന്തായാലും ആ ക്ലാസ് ഒരു സ്വർഗമായിരുന്നു എന്ന് എനിക്ക് നല്ല സന്തോഷമാണ്. ടീച്ചർമാരൊന്നും വരത്ത് പോലും ഇല്ല. കാരണം അവരെഴുതി തള്ളിയ കൂട്ടത്തിലെ ഏറ്റവും അറ്റത്തെ ഒരു ക്ലാസ് റൂമാണ്. ഞാൻ ആ D ഡിവിഷൻ ഇതേപോലെ ഇരുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എല്ലാവരും പറയും നുണയെ അല്ലെങ്കിൽ സത്യമാണെന്നൊക്കെ ചിലർ ചിന്തിക്കും. പിന്നെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് അത് പാട്ട് പാടിയ പോലാണ്. മുറിവേറ്റാലും വീണ്ടും അതിനെ ഉണങ്ങിപ്പോകാതെ കിളിർത്തു കൊണ്ടുവരുന്നൊരു ദൈവമാണ്. നമ്മൾ വിചാരിക്കും ഇയാൾ ഉണങ്ങിപ്പോകുമെന്ന്. ടീച്ചർമാർ വിചാരിക്കും ഈ കൊച്ച് ഉണങ്ങിപ്പോകും. അയൽവാസി വിചാരിക്കും ഇതിനൊന്നും പഠിക്കുകയില്ല, ബുദ്ധിയില്ല, എവിടെ ഉണങ്ങിപ്പോവുള്ളൂ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു പ്ലാൻ കാണും. ഉണങ്ങൂന്ന് തോന്നിയാലും അതിനെ ഇപ്പുറത്തുനിന്ന് കിളിർപ്പിച്ച് അതിൻ്റെ മുകളിൽ കയറ്റും. വീണ്ടും മുളപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഇങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുമ്പം ഇന്നൊന്നും അങ്ങനെ ഇല്ല. ഈ സ്കൂളിൽ ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതാറാകുമ്പോഴേ
ഈ അച്ഛന്മാരൊക്കെ സ്കൂളിൽ വരും. എന്തിനെന്നറിയാമോ? ഈ വൈദികനാകാൻ ആഗ്രഹമുള്ളവരെ 10ാം ക്ലാസ്സിലാണ് വരുന്നത്. എ ക്ലാസ്സിലും പോവും, ബി ക്ലാസ്സിലും പോവും, സി ക്ലാസ്സിലും പോവും. ഡി ക്ലാസ്സിൽ ഈ പറയുന്ന ഒരു ആളും വരത്തില്ല. നമ്മൾ വിചാരിക്കും ഇവർ ഈ ക്ലാസ്സിലും കൂടെ ചുമ്മാ പോലും വരത്തില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു. കാരണം 10ാം ക്ലാസ് ഡി ഡിവിഷനാണ്. എന്നെ സംബന്ധിച്ച് സ്വർഗമായിരുന്നു. അടിയില്ല, ചോദ്യമില്ല, പറച്ചിലില്ല. ഞാനൊരു 3 മണിയാകുമ്പോഴേ വീട്ടിൽ പോവും, ആരും ചോദിക്കത്തില്ല. ഞങ്ങളൊക്കെ ബാഗ് എടുത്ത് പോകുമ്പോൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു. കാരണം ജന്മകാലത്ത് ജയിക്കാത്ത കുറച്ച് പേര് മാത്രം അതിനകത്തുണ്ടായിരുന്നു. ഞാൻ തോറ്റുപോയി കേട്ടോ, ജയിച്ചിട്ടുമില്ല ആ വർഷം. പിന്നീടാണ് ജയിച്ചത്. അപ്പം ഞാൻ സി ക്ലാസ്സിലിരിക്കുന്ന ഒരുത്തനോട് ചോദിച്ചുകൂടാ, എനിക്കും സെമിനാറിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി അച്ഛന്മാർ വരുമ്പോൾ ഞാൻ അവിടെ ഒന്നൊന്ന് ഇരിക്കാം. അങ്ങനെ ഒരുത്തൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ സി ക്ലാസ്സിൽ പോയിരുന്നത്, പേര് കൊടുക്കാൻ. ഞാനിങ്ങനെ ഓർക്കുവാണ്, ബൈബിൾ പറഞ്ഞത് സത്യമാണ്. മുറിവേറ്റാലും, അതായത് നമ്മുടെ ദൃഷ്ടിയിൽ മുറിച്ച മരം അത് പോയി, അതിൻ്റെ കഥ കഴിഞ്ഞു, ഇനി തീർന്നു. ഇനി അത് പുതിയതായിട്ടൊന്നും വരാനില്ല, ഒരു നന്മയും വരാനില്ല. 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച് ജയിക്കത്തില്ല എന്നും പറഞ്ഞ് ടീച്ചർ വരെ എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. എന്നോട് പ്രാർത്ഥന ചോദിച്ച് വിളിച്ച് എന്നെ ഓർമ്മയുണ്ടോയെന്നൊക്കെ. ഈ 10ാം ക്ലാസ്സിൽ ഇനി തോറ്റു കിടക്കുന്ന ആളെ എങ്ങനെ ഓർക്കാൻ? ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു തണൽമരം പോലൊക്കെ ആകും നാളുകളിൽ. അനേകരെ അത് അമ്പരപ്പിക്കും, അനേകരെ അത് അത്ഭുതപ്പെടുത്തും. ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മറക്കരുത്. എത്ര മുറിഞ്ഞാലും അതിനെ വീണ്ടും ഒന്നുമില്ലായ്മയെന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. അതെൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും അത് സാധ്യമാണ്. നിങ്ങൾ ആ പാട്ടിൻ്റെ 2 വരികളൊന്ന് പാടുവോ? അർത്ഥമറിഞ്ഞൊന്ന് ചേർന്ന് പാടാമോ? നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ എല്ലാവരും ചേർന്നൊന്ന് പാടാൻ ശ്രമിച്ച്. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞേ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ഒരു സാക്ഷ്യം പറയാൻ ഒരാൾ ഇവിടെ വന്നിരിപ്പുണ്ട്. അതിലിപ്പോൾ വരണ്ട. അദ്ദേഹം പൂനെന്ന് വന്നതാ. ഇതേപോലെ വെട്ടുകിട്ടി കൊറോണ കാലത്ത് സാമ്പത്തികം മുഴുവൻ തകർന്ന് ഉണങ്ങിപ്പോയൊരു മരമായിരുന്നു. പക്ഷെ ദൈവം വീണ്ടും അതിനെ ഉയർത്തി. പൂനെയിൽ നിന്നൊരു സാക്ഷ്യം പറയാൻ ഇവിടെ വന്നിട്ടുള്ള ഒരാളും അയാളുടെ ഭാര്യയും വന്നിട്ടുണ്ട്. ഞാനത് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അടുത്തൊരു വാക്യം കൂടെ വായിക്കുവാണ്. പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കയില്ല. ചിലപ്പോൾ ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകാതിരിക്കില്ല, ഉറപ്പായിട്ടും ഉണ്ടാവും. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു നന്മ ഉണ്ടാകാതിരിക്കില്ല. മനസ്സ് മടുത്ത് ഇറങ്ങിപ്പോകാൻ വരട്ടെ. മനസ്സ് മടുത്ത് ചിലർ പറയും ഒന്നും നടക്കത്തില്ല, ഇതൊക്കെ ചുമ്മാതാണ്, ഇതൊക്കെ അങ്ങനെ ഒരു സോപ്പിടുന്ന വാക്കുകളാണ്, അയ്യോ അങ്ങനെ പറഞ്ഞ് പോകാൻ വരട്ടെ, പെട്ടെന്ന് പോകാൻ വരട്ടെ. പുതിയതുണ്ടാകാതിരിക്കില്ല. പുതിയത് നിന്റെ ജീവിതത്തിൽ വന്ന് ചേരാതിരിക്കത്തില്ല. അല്പം, നമ്മൾ ഇംഗ്ലീഷിൽ പറയും വെയിറ്റ് ആൻഡ് സീ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ പ്രതീക്ഷ കളയല്ല്, ഒരിക്കലും പ്രതീക്ഷ കളയരുത്. നെവർ ലൂസ് യുവർ ഹോപ്പ്. ഒരിക്കലും പ്രതീക്ഷ കളയല്ല്. പുതിയത് വരും, പുതിയത് വരും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 8ാമത്തെ വാക്യം. ഈ മരത്തിൻ്റെ തണ്ടിന് മാത്രമല്ല പ്രശ്നം, വേരിനും പ്രശ്നമാണ്. അതാ 8ാമത്തെ വാക്യം.
അതിന്റെ വേരുകൾ, ഈ വെട്ട് കിട്ടിയ മരത്തിന്റെ വേരിനും പ്രശ്നമാണ്. വേരും പോയി. അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും. ദേ കിടക്കുന്നു. തണ്ടിന് മാത്രമല്ലോ. നമ്മൾ പറയില്ലേ, അച്ചോ എനിക്ക് ഈ പ്രശ്നം മാത്രമല്ല, എനിക്ക് ഇവിടെ പ്രശ്നമുണ്ട് മക്കളുടെ കാര്യത്തിൽ. അത് ശരി, തണ്ടിനും പ്രശ്നമാണ്, വേരിനും പ്രശ്നമാണ്. അപ്പോൾ ഈ മരത്തിന് ഒന്നിലധികം പ്രശ്നമുണ്ട്, ഒന്നിലധികം പ്രയാസമുള്ളൊരു മരമായത്. എഴുതിയിട്ടുണ്ട്, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും. അതിൻ്റെ വേര് പഴകിപ്പോയി. വേര് പഴകിയ പ്രശ്നമാണ്. വേര് പഴകുക എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ചില മരത്തിൻ്റെ വേര് കേടായിപ്പോയി കറുത്തിങ്ങനെ ഇരിക്കും. എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല, അതിൻ്റെ വേര് പോയി. ഇനി അതിനെ കുളത്തിക്കൊണ്ടു നട്ടാലും അത് ഗുണം ശരിയാകത്തില്ല, കാരണം വേര് പോയാൽ പോയി. ഈ മരം പറയുവാണ്, എൻ്റെ തടിക്കിട്ട് വെട്ട് മാത്രമല്ല കിട്ടിയത്, വേരും പോയി കിടക്കുവാണ്. ചിലർ പറയില്ല, എൻ്റെ കുടുംബം ആകെ തകർന്ന് കിടക്കുവാണ്, എൻ്റെ വിദ്യാഭ്യാസം തകർന്ന് കിടക്കുവാണ്, ശരീരം തകർന്ന് കിടക്കുവാണ്, എൻ്റെ ബിസിനസ് തകർന്ന് കിടക്കുവാണ്. തണ്ട് മാത്രമല്ല, ശിഖരം മാത്രമല്ല പോയത്, വേരടക്കം പോയി കിടക്കുവാണ്. വേര് മാത്രമല്ല പോയത്, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. വേരും പോയി. കുറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ JCBക്കൊക്കെ ചില മരങ്ങളെ പിഴുതെറിയുമ്പം ആ മണ്ണിൻ്റെ അടിയിൽ ആ മരത്തിൻ്റെ ആ താഴോട്ടുള്ള ഭാഗമുണ്ട്, ആ വണ്ണമുള്ള ഭാഗമുണ്ട്, അതേന്നാ വേരുകൾ ഇങ്ങനെ പോകുന്നത്. ആ കുറ്റി അടക്കം പോയി. അതിൻ്റെ കുറ്റി പോയി, വേര് പോയി, തണ്ടിനാണെ വെട്ടും കിട്ടി, എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു. പക്ഷെ വചനം പറയുവാണ്, എന്തൊക്കെയാണെന്നറിയോ? വേരുകൾ പോയി, കുറ്റി പോയി, വൃക്ഷത്തിന് അതിൻ്റെ കമ്പെല്ലാം ആളുകൾ വെട്ടി മുറിച്ചു കളഞ്ഞു. പക്ഷെ അടുത്ത വാക്യം എഴുതിയിരിക്കുവാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ കൂടി വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ. ശ്രദ്ധിച്ചോ, ആ വാക്കുകൾ ശ്രദ്ധിക്കണമേ, വളരെ കൃത്യമായ. വെള്ളത്തിന്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ സ്മെല്ല് കിട്ടിയാൽ അത് ഒരിക്കലും വിശ്വസിക്കുക. അപ്പോൾ ഇത് മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളത്തെക്കുറിച്ചല്ല ഇത് എഴുതിയിരിക്കുന്നത്. കാരണം അത് ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു ചെടിയും അതിനപ്പുറത്തൊരു ബക്കറ്റിനകത്ത് വെള്ളവും വച്ചാൽ ആ ചെടിക്ക് അത് കിട്ടത്തില്ല. ഈ വെള്ളത്തിൻ്റെ ഗന്ധം മതി, വെള്ളത്തിൻ്റെ മണം കിട്ടിയിട്ട് ഇന്നു വരെയും ഒരു ചെടിയും രക്ഷപ്പെട്ടിട്ടില്ല. വെള്ളം ആ മരത്തിനത് കിട്ടണേ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നു, ഈ വെള്ളം ചോട്ടിൽ ഒഴിക്കുകയൊന്നും വേണ്ട, ഈ വെള്ളത്തിൻ്റെ സ്മെല്ല് മതി. ഈ വെള്ളം എന്താണ്? ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം, ഈ വചനത്തിൻ്റെ ആ കേൾവി മതി നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ, ഒരു പുതിയ അനുഗ്രഹം. ഇത് വേറെ ഒന്നും ചെയ്യണ്ട, അത് വെറുതെ ഇനി മുഴുവനൊന്നും കേൾക്കണ്ട. 1 മണിക്കൂർ കേട്ടു, പകുതി മുക്കാൽ സമയം ഉറങ്ങിപ്പോയി, 5 മിനിറ്റ് കേട്ടുള്ളൂ, അന്നേരം ഉറങ്ങി. 5 മിനിറ്റ് കേട്ടാൽ മതി, 5 മിനിറ്റ് മതി. ഉറങ്ങുന്ന സമയം പോട്ടെ, 2 മിനിറ്റേ കേട്ടുള്ളൂ. ആ തുടക്കത്തിലെ പ്രാർത്ഥന മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, ഉറങ്ങിപ്പോയി, ഫാദർ ക്ഷീണമായിരുന്നു, അത് മതി. ആ വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാ മതി. അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടും. 2 കാര്യമാണ്, അത് തളിർക്കും. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാ തളിർക്കുന്ന ഏതേലും ഒരു ചെടിയോ മരമോ പറ. മഴ പെയ്ത് വെള്ളം അതിൻ്റെ ചോട്ടി കിട്ടിയാലേ അതിന് ഗുണമുള്ളൂ. പക്ഷേ ഇത് ദൈവം നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ഉണ്ടല്ലോ, ഈ വചനത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഗന്ധം മതി നിന്റെ ജീവിതം ഒന്നും കൂടെ ഒന്ന് ഉയർന്ന് രക്ഷപ്പെടാൻ, ഒന്നും കൂടെ ഇളം ചെടി പോലെ അത് വളർന്നു വരാൻ. ഈ വചനത്തിൻ്റെ ഒരു സ്മെല്ല് മതി, ഒരനുഗ്രഹം നിനക്ക് മതി. അങ്ങനെയെങ്കിൽ ഒന്നും കൂടെ കേട്ടെ, ജീവിതത്തിൽ പല തരത്തിൽ മുറിവേറ്റവരുണ്ട്, വെട്ടിമുറിച്ചവരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ വാടിപ്പോവാന്നും പറഞ്ഞുകൊണ്ടാണ് വന്നേ. ചിലർ പറഞ്ഞു, എനിക്ക് ഭയങ്കര മനസ്സൊക്കെ കയ്യിൽ നിന്ന് പോയി, ഞാൻ കൗൺസിലിങ്ങിന്, പ്രത്യേകം കൗൺസിലിങ്ങിന്, അത് സ്പിരിച്വൽ കൗൺസിലിംഗ് അല്ല, സൈക്കാട്രിക് കൗൺസിലിങ്ങിന് പോകുന്നവർ, മരുന്ന് കഴിക്കുന്നവർ, ശരീരമൊക്കെ ഭയങ്കരമായി വണ്ണം വച്ചിരിക്കുന്നു. ചില മരുന്നുകൾ കഴിച്ചിട്ട് എന്ത് പറ്റിയതാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതാ. ചില വേദനകൾ മനസ്സിനെ വെട്ടിമുറിച്ചതുപോലെ ഇവിടെ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ ഉണങ്ങിപ്പോകരുത്. ഇനി മരത്തിന് മാത്രമല്ല, വേരും കേടായി, കുറ്റിയും പോയി, എന്നാൽ പോലും ബൈബിൾ പറയുന്നു, നീ ഉണങ്ങിപ്പോകത്തില്ല, നീ ഉണങ്ങിപ്പോകത്തില്ല. പിന്നെയോ ഇളം ചെടി പോലെ വീണ്ടും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, തളർത്തു കൊണ്ടുവരാൻ, ഉയർന്നു വരാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് സാധിക്കും. അതുപോലെയുള്ള അനുഗ്രഹങ്ങളെയാ
ദൈവം ഇന്ന് പ്രാർത്ഥനയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന് കരങ്ങളെ ഉയർത്തി, ശബ്ദത്തെ ഉയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കണ്ണുകളെ അടച്ച്, ഈ കണ്ണുകൾ അടച്ച് നിങ്ങളൊന്ന് ഇത് ഒന്ന് പ്രാർത്ഥിക്കാതെ കടന്നു പോയാൽ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പ്രസംഗിക്കുന്ന ഞാൻ പട്ടുമെത്തയിൽ കിടന്ന് വളർന്നു വന്ന്, സുഖസൗകര്യങ്ങളുടെ നടുക്ക് വളർന്നു വന്ന്, സങ്കടം എന്നാന്നറിയത്തില്ലാതെ വന്നയാളല്ല. പറമ്പിൽ കിടന്നും ആട്ടും തുപ്പും തെറിയും കേട്ടും അവഗണന കേട്ടും ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, പ്രിയപ്പെട്ട ആളുകൾ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കിട്ടിയത് ഓരോ വെട്ടുകളാണ്. ഈ മരം ഞാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ശിഖരത്തിന് വെട്ടുകിട്ടി, തണ്ടിന് വെട്ടുകിട്ടി, വേരും പോയി, കുറ്റിയും പോയി. ഇനി എന്ത് സാധ്യതയാ ഉള്ളത്? ചിലപ്പോഴങ്ങനെയുള്ള നമുക്ക് ചിലപ്പോൾ തോന്നും, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നും. എങ്ങനെയേലും ഈ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിലെന്ന് ചില പൊട്ട ബുദ്ധിക്ക് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന പൊട്ട ബുദ്ധികളോടാണ് പറയുന്നത്, മനസ്സ് തുറന്ന് വിശ്വാസത്തോടെ കേൾക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. വേരുകേടായി ആ മരത്തിൻ്റെ കുറ്റി, ആ തായ്വേരടക്കം പോയി, അതിൻ്റെ ശിഖരത്തിന് ധാരാളം വെട്ടുകൾ കിട്ടി. എന്നിട്ട് പോലും ഇളം ചെടി പോലെ ഒരു ചെടി വളരുമ്പോൾ അത് അനേകർക്ക് തണലാകുന്നത് പോലെ ആരുടെയൊക്കെയോ ജീവിതത്തിന് തണലാകാനാണ് നീ ഉണങ്ങിപ്പോകാതെ ഇന്ന് പ്രാർത്ഥനയോടെ ഉയർത്തു വന്നിരിക്കുന്നത്. ആ വെള്ളമൊന്നും നിന്റെ ചുവട്ടിൽ വേണ്ട. ആ വെള്ളത്തിന്റെ ഗന്ധം മതി നീ രക്ഷപ്പെടാൻ. ഈ വചനത്തിന്റെ ഒരു കുഞ്ഞ് അഭിഷേകം മതി നീ രക്ഷപ്പെടാൻ. ഇളം ചെടി പോലെ നീ തളർത്തു വരും, ഉയർത്തു വരും. ഒരു നല്ല കാലം നീ അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് പറയുവാണ്, എല്ലാവരും ചേർന്ന് പറഞ്ഞു, നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയായി പാടും ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കാണും. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ കാണുന്നത് എൻ്റെ മനസ്സിലെ കുറേ കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. മനസ്സിലേക്ക് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു അനുഗ്രഹമാവും. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഉണങ്ങിപ്പോകേണ്ട ഒരു മരമായിരുന്നു. എവിടെയും ഞാൻ എത്തത്തില്ലായിരുന്നു. എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ഈ പാട്ട് പാടിയപ്പോൾ ഓർത്തു, എന്നെ പഠിപ്പിച്ചവരാകട്ടെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗുരുഭൂതന്മാരെ പോലുള്ള ആളുകൾ പോലും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷപ്പെടുകയല്ല കേട്ടോ, നിനക്ക് മലയാളം പോലും എഴുതാൻ അറിയാൻ പാടില്ല. നോക്കൂ, നീ എഴുതിയിരിക്കുന്ന ആ ഒരൊറ്റ വരിക്കകത്ത് എത്രയാ തെറ്റെന്ന്. മലയാളം പോലും എഴുതാൻ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റത്തില്ലെന്നേ, ഒരിക്കലും. അതൊക്കെ ആർക്കും വേണ്ടാത്ത അവഗണിക്കപ്പെട്ട അവസ്ഥയാണ്. അവർക്കൊക്കെ എന്തെങ്കിലും സാധാരണ എന്തെങ്കിലും വല്ല കൂലിവേലയൊക്കെ ചെയ്ത് സാധാരണവരൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെയൊന്നും കയറി നിൽക്കാൻ പറ്റത്തില്ല ദൈവം അനുഗ്രഹിക്കാതെ. ഞാൻ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വേണ്ടി പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ, എൻ്റെ അമ്മ വരുമ്പോൾ, മറ്റു കുട്ടികളും അവിടെ ഉണ്ട്, മറ്റു കുട്ടികളും അവരുടെ മാതാപിതാക്കൾ ഉള്ളപ്പോൾ തന്നെ ആ ടീച്ചർ എന്നോട് വളരെ പരസ്യമായി പറഞ്ഞു, ഒരിക്കലും രക്ഷപ്പെടുകയല്ല കേട്ടോ, ഇതിനെക്കൊണ്ട് ഒരു ഗുണം ഉണ്ടാകുകയില്ലെന്ന്. ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഗുണം ഉണ്ടാകുകയില്ല, ഒരു ഗുണവും നിനക്കുണ്ടാകുകയില്ല. എന്തെങ്കിലും 10 പേർക്കെങ്കിലും ഗുണമുണ്ട് ഇന്ന്. 10 പേർക്ക് ആ 10 പേർക്കെങ്കിലും ഗുണമുള്ള, ഞാൻ ചിന്തിച്ച ഈ മരം പോലെയാണ്. ഇതിന് കമ്പിനിട്ടും വെട്ട് കിട്ടി, ഇതിൻ്റെ വേരും പോയി, ഇതിൻ്റെ തായ്വേരടക്കം പോയതാ, പിന്നെ എങ്ങനെ കിളുക്കും? പക്ഷെ ദൈവത്തിൻ്റെ വചനം, ആ ഒരു പ്രാർത്ഥന, ആ ഒരു അനുഗ്രഹമൊക്കെ കിട്ടുമ്പോൾ വേരുകേടായാലും ഒന്നിലധികം പ്രശ്നം നിനക്കൊണ്ടേലും ഏറ്റവും സ്നേഹിക്കുന്നവർ പോലും നിന്നെ ശപിച്ചാലും, ചിലർ പറയില്ലേ ആ ശാപവാ, ഒന്നുമല്ല, ഒരു ശാപവും ഫലിക്കത്തില്ല. ഒരു ശാപവും, അത് ആകാശത്തിലെ പക്ഷി പോലെയാ, അത് വായിന്ന് വീണാൽ അത് പറന്നേ പോകത്തുള്ളൂ, നിന്റെ മേത്ത് വന്ന് പറ്റിപ്പിടിക്കത്തില്ല.
അങ്ങനെയാണെങ്കിൽ പണ്ടേ ഉണങ്ങിപ്പോകത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പണ്ടേ ഉണങ്ങിപ്പോയേനേയും. പക്ഷെ ഏതു ദൈവത്തെയാണ്, ഇതിനൊന്നും സമയമില്ല, ഇതൊക്കെ വെറുതെയാന്ന് പറയരുത്. ഉണങ്ങിയ മരമാണ്, വെട്ടുകിട്ടിയ മരമാണ്, വേരടക്കം ഉണങ്ങിയതാണ്. പക്ഷെ എന്നാലും ഇളം ചെടി പോലെ കിളിർത്തു വരാൻ ചില സമയങ്ങളുണ്ട്. എന്നിലൂടെ എൻ്റെ വീട് കുറച്ചെങ്കിലും നന്നായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചെങ്കിലും ഇളം ചെടി പോലെ. അതാണ്, അത് ദൈവപ്രവൃത്തിയാണ്. നമ്മൾ എത്ര നോക്കിയാലും ഇങ്ങനെയൊന്നും കിളുത്തു വന്നൊന്നും വരത്തില്ല. ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാർക്ക് ഇതുപോലെ സങ്കടങ്ങൾ കാണും. ഞങ്ങൾ ഇതുപോലെ ഒരു അവസ്ഥയിലാണ് ഫാദർ. എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ വഴിയില്ല, വേരുണങ്ങി അതിൻ്റെ ഇലയും കമ്പും എല്ലാം വാടി നിൽക്കുക. ഇനി ഇളം ചെടി പോലെ. ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ മക്കളിൽ ഒരാൾ രക്ഷപ്പെടുമ്പോൾ ഇളം ചെടി പോലെ നിങ്ങൾ ഉയരുന്നൊരു കാലമുണ്ട്. ഇവിടെ മാതാപിതാക്കളെ ഇത്തിരി പിള്ളേരെ കൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയ പ്രായമുള്ളവർ, ഇടത്തരം പ്രായമുള്ളവർ ഒക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടമില്ലാതൊക്കെ ആയിരിക്കും വന്ന് കയറിയത്. പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ല ഇതൊന്നും ഇങ്ങനെ കുത്തിപ്പിടിച്ചിനകത്തിരിക്കാൻ, ഒന്നും കിട്ടാനില്ലല്ലോ എന്നവർ ചിന്തിക്കും. ഇഷ്ടമില്ലേ കൂടി കേട്ടോ, നിങ്ങളിലൂടെ വേണം നാളെ ഇളം ചെടി പോലെ ആ വീട് കിളിർത്തു വരാൻ, ആ വീട് ഉയർന്നു വരണം. നാട്ടുകാർ പറഞ്ഞു, പള്ളിക്കാർ പറഞ്ഞു, പഞ്ചായത്തിൽ പറഞ്ഞു, ഉണങ്ങിപ്പോകത്തേ ഉള്ളൂ. എങ്ങനെ കിളുക്കാനാണ്? ആ കുടുംബം അങ്ങനെ പോക്ക് കുടുംബമാ, മോശ കുടുംബമാ, ഒരു ഇങ്ങനെ തറ പറ്റി കിടക്കുന്ന കുടുംബമാ. ആ വെട്ട് കിട്ടിയ മരത്തേന്നായിരിക്കും ഇളഞ്ചെടി പോലെ കിളിർത്തു വരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഈ JCB ഒക്കെ പണിയെടുക്കുന്ന സമയത്ത്, JCB പണിയെടുക്കുമ്പോൾ അതിൻ്റെ വലിയ കൈ കൊണ്ട് ചിലതെല്ലാം മാന്തി പറിച്ച് സൈഡിലോട്ട് കൂട്ടിയിടും. ചില മരത്തിൻ്റെ വേര് നമ്മളതിനെ മൈൻഡ് ചെയ്യത്തില്ല. ഒരു മഴയൊക്കെ പെയ്ത് മഴക്കാലത്തൊക്കെ നമ്മൾ അതിലേ പോകുമ്പോൾ ഓർക്കും, അപ്പുറത്തുനിന്ന് പറിച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. നല്ല ശക്തിക്ക്, നല്ല തളുപ്പൊക്കെ പൊട്ടി നല്ല ഉഷാറായിട്ടത് കയറി വരികയാണ്. നമ്മളോർക്കും ഇതിനെ എങ്ങനെ, ഇതാരും നനച്ചിട്ടൊന്നുമില്ല. നമ്മളോർത്തത് കിളിർക്കില്ലെന്ന്. ചില ജീവിതങ്ങളും അങ്ങനെയാണ്. പലരും വലിച്ചു പറിച്ച് കളഞ്ഞു, സൈഡിലേക്ക് മാറ്റിയിട്ടു. ഇതൊന്നും കിളുക്കത്തില്ലെന്ന്, ഇതിനകത്ത് എന്നാ കിട്ടാനാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അതേന്നായിരിക്കും അപ്പുറത്ത് നിൽക്കുന്നേക്കാൾ നന്നായിട്ട് ചിലതിങ്ങനെ കയറി വരുന്നത്. ചിലതൊക്കെ ജീവിതത്തിൽ കയറി വരും. അത് ദൈവാനുഗ്രഹമാണ്. അഭിമാനിക്കാൻ ഒന്നുമില്ല. അഭിമാനിക്കുന്നവൻ, പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ക്രിസ്തുവിൽ അഭിമാനിക്കുക. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി യുവതി യുവാക്കൾക്ക് ചില രാജ്യങ്ങളിൽ പോകാനൊക്കെ സ്വപ്നമുള്ളവരാണ്. 100 പേരിലധികം പേരെ ഇന്ന് ഞാൻ കണ്ട്. ചിലരൊക്കെ അവരുടെ പാസ്പോർട്ടൊക്കെ ആയിട്ട് എത്രയോ ആഗ്രഹത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ ആഗ്രഹം കിളിർക്കും കേട്ടോ, ആഗ്രഹം കിളിർക്കും. ചെന്നപാടെ അങ്ങ് കിളിർത്ത് മരമാകുമെന്ന് ഞാൻ പറയില്ല. ആ ആഗ്രഹം വെച്ച് നീ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസം കാണുന്നത് കുഞ്ഞൊരു കിളിർപ്പായിരിക്കും. അടുത്തതിൻ്റെ പിന്നത്തെ മാസം അത് ഇത്രയും നീളത്തിൽ അത് വളരും. അത് പടിപടിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതൊക്കെ ഉണ്ടല്ലോ, ഇളം ചെടി പോലെ വളരാൻ തുടങ്ങും. ഇന്ന് നിന്നെ വിമർശിച്ചവർ അതിൻ്റെ തണലിൽ പതുക്കെ വന്ന് നിൽക്കും. അതിൻ്റെ തണലിൽ തന്നെ വന്ന് നിൽക്കും. പണ്ടവർ പറഞ്ഞതൊക്കെ അവർ മറന്നു പോകും കേട്ടോ. നിങ്ങൾക്ക് നല്ല ഒരു കാലം വരുമ്പോൾ പണ്ട് നമ്മൾ അവരോട് ചോദിക്കണം, നിങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു പറഞ്ഞേ. ഞങ്ങളോ? നിനക്ക് തോന്നുന്നതാ, നീ ഏതോ സ്വപ്നം കണ്ടതാ, ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫോണില്ലായിരുന്നു, അന്നേ റെക്കോർഡ് ചെയ്ത് വെക്കായിരുന്നു. പലതും പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം. ചിലപ്പോൾ 3-4 വർഷം കഴിഞ്ഞ് ഇതൊക്കെ ഓർക്കേണ്ടി വരും. പണ്ട് പറഞ്ഞവർ, പണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇളഞ്ചെടി പോലെ കിളിർത്തൊരു കുടുംബത്തിൻ്റെ കഥ എനിക്കറിയാം. കഥയല്ല, ഒരു ജീവിതം അറിയാം. ആ വീട്ടിൽ അവരുടെ പ്രിയപ്പെട്ടവർ കല്യാണം വിളിക്കാനായിട്ട് വന്നു. അപ്പോൾ ആ വീട്ടിലെ 2-3 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ്, ചേച്ചി ഇച്ചിരി കുടിക്കാൻ വെള്ളം വേണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോൾ ആ വന്നു കയറിയ ആൾക്ക് വീടും ചുറ്റുപാടൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല വീടൊക്കെ ഉള്ളവരാ. അവരാ ഗ്ലാസ് അടുപ്പിച്ചിട്ട് പറയുക, മമ്മി എന്തോ ഒരു മണമാണ് ഇതിനകത്ത്, ഞങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്നോണ്ട് വേണ്ട, വെള്ളം വേണ്ട. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. വീണ്ടും അവർ പറയും, മമ്മി അയ്യോ ഈ പാത്രത്തിനകത്തൊക്കെ എങ്ങനെയാ ചോറ് കഴിക്കുന്നേ, ഇതിനകത്തൊക്കെ കോഴിയുടെ ഏതാണ്ടോ മണമാ. കോഴിയിറച്ചിയുടെ മണമല്ല, വേറെ മണമാ, പറയുന്നില്ല. എന്തോ മണമാ, ചാണകത്തിൻ്റെ മണവാ. അയ്യോ ഇവരൊക്കെ എങ്ങനെയാ ഈ ചാണകത്തിനകത്ത് കിടക്കുന്നത്, അസുഖം വരൂലേ. ആ പിള്ളേരൊക്കെ ദൈവാനുഗ്രഹത്തിൽ രക്ഷപ്പെട്ട് നല്ല വീടൊക്കെ വെച്ച്, ആ വീട്ടിൽ വലിയ ആഘോഷമായ
ചില കല്യാണമൊക്കെ നടത്തിയപ്പം ആ വീട്ടിലെ ഇപ്പം പണ്ട് ചോറ് വിളമ്പിയപ്പോൾ ചാണകത്തിൻ്റെ മണവാ, ഷിയോ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയുന്നവരൊക്കെ ഇപ്പം വിളിക്കുന്നത് ആൻറ്റീന്നാ. ആൻറ്റി. പൈസ ഇല്ലാത്തപ്പോൾ ചേച്ചിയായിരുന്നു, പൈസ വരുമ്പോൾ ആൻറ്റി ആവും. പൈസ ഇല്ലാത്തപ്പോൾ ചേട്ടനാണ്, പൈസ വരുമ്പോൾ അങ്കിളെ, അങ്കിളോ. പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ വിളിച്ചേ നമുക്ക് തോന്നും. നിങ്ങൾക്കും അങ്ങനെ ആകട്ടോ. പൈസ ഇല്ല, കാറും ഇല്ല, വാഹനവും ഇല്ല, ചേട്ടൻ. ആ പുള്ളിക്കാരത്തി പൈസയൊക്കെ നല്ല വീട് വെക്കുമ്പോൾ ഇവർ തന്നെ വിളിക്കും, അങ്കിളെ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ, പുതിയ കാറ് മേടിച്ചതാണോ. അത് ശരി, പേര് വരെ മാറും. നീളം ചെടി പോലെ കിളുക്കുമ്പോൾ നമ്മളെ അങ്കിളെ എന്നൊക്കെ വിളിച്ച് കളയും. ഭയങ്കര സ്നേഹമാണ്. ലക്ഷ്യത്തിലെത്തുമ്പോൾ കുറേ പേരിങ്ങനെ കൂടെ നിൽക്കും. ലക്ഷ്യത്തിലെത്താൻ കൂടെ നിന്നവരെയാ മറക്കരുതാത്തത്. പൈസയും വീടും കാറും വരുമ്പോണ്ടല്ലോ, ഓ എന്തേരം ബന്ധുക്കളാണ്, എന്തേരം ഞങ്ങളൊക്കെ സ്വന്തമാകട്ടോ. അയ്യോ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അതൊക്കെ ഉണ്ട്, നീ അതൊന്നും നോക്കൂന്നും വേണ്ട, സ്വന്തമാന്ന്. അതാ ഞങ്ങളുടെ സ്വന്തമാന്ന്. ഏത് വകുപ്പിലാന്ന് അറിയാൻ പാടില്ല. പക്ഷെ പൈസയും പേരൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ. പക്ഷെ അന്നൊന്നുമില്ലാത്ത ചാണകം മെഴുകിയ വീട്ടിൽ കിടന്നപ്പം അന്ന് നിൻ്റെ കൂടെ നിന്ന കുറച്ച് പേരുണ്ട്. അവരാണ് നിന്നെ സഹായിച്ചവർ. അവരെ മറന്നേക്കരുത്. പൈസയൊക്കെ വന്ന് വീടും കാറും ഒക്കെ മേടിച്ച് നല്ല സെറ്റപ്പിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കൂടെ വരുന്നവരെക്കാൾ, കൂടെ നിൽക്കുന്നവരെക്കാൾ മറന്നേക്കരുത് പണ്ട് ഒന്നുമില്ലായ്മയിൽ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ. വീട്ടിൽ കയറി വന്ന് സാരമില്ല ഇതൊക്കെ മാറൂന്ന് ഒരാൾ പറഞ്ഞില്ലേ? റോട്ടിൽ കൂടെ പോയ ഒരാൾ വീട്ടിലോട്ട് കയറി വന്നിട്ട് പറയും, നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട സഹോദരി, ഇതൊക്കെ മാറി വരും, പിള്ളേരൊക്കെ വരുമല്ലോ. അവരെയൊന്നും മറക്കരുത്. അവരൊക്കെയാണ് നമ്മുടെ കൈ പിടിച്ചവർ. അതാണ് ആ പാടുപാടി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ ആ നല്ല ദൈവത്തെ. ഒന്നും കൂടെ എല്ലാവരും ചേർന്ന് പാടാമോ? ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ എന്തോർക്കുമ്പോ? നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. ഒരിക്കൽ കൂടി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. കരമുയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. ശബ്ദമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ 40-ാം വെള്ളിയാഴ്ച പറയട്ടെ, സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പറയട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇത് 10 പ്രാവശ്യം കേട്ടതാ. പക്ഷേ ഈ പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ദൈവം വേറൊരു കാര്യമായിരിക്കും നിന്നോട് സംസാരിക്കുന്നത്. വായിക്കുകയാണ്. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവവചനം ശ്രവിക്കാൻ. സിനിമ കാണാനും നാടകം കാണാനും ഗാനമേളയ്ക്ക് പോകാനും മാത്രമല്ല ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നത്. ദൈവവചനം ശ്രവിക്കാൻ അന്നത്തെ കാലത്തും ജനങ്ങൾ സമയം മാറ്റിവെച്ച്, ജോലി മാറ്റിവെച്ച്, മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് കൂടുമായിരുന്നു. എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവനെ ചുറ്റും ഇടിച്ചു നിൽക്കുവാണ് ആൾക്കാർ. അടുത്ത വാക്യം: അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. ഒരു തടാകത്തിന്റെ തീരത്താണ് പ്ലാറ്റ്ഫോം ഉള്ളത്. അവിടെ 2 ദുഃഖിതരായ ആളുകളെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. 2-ാമത്തെ വാക്യം: 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത്. അവിടെ ഈ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് 2 വള്ളം അവിടെ ചേർത്ത്, ആ കരയോട് ചേർത്ത് കയറുകൊണ്ട് കെട്ടി അവിടെ കിടപ്പുണ്ട്. 2 പേർ അതേ നിറങ്ങി അതിൻ്റെ ചോട്ടിലിരിപ്പുണ്ട്, ദുഃഖിച്ച്, സന്തോഷമില്ല. അതെഴുതിയിട്ടുണ്ട്. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. മീനൊന്നുമില്ല, വലയൊന്ന് കഴുകി മടക്കി വെക്കുകയാണ്. ചിലതൊക്കെ കഴുകിയെടുത്ത് മടക്കി വച്ചു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ട്. എന്നറിയോ? ഇനി ഇതൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല.
ഇത് കുറേ നാളായി ഇതിനകത്തൊരു വിസ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ PR കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അത് നടക്കാൻ സാധ്യതയില്ല, ഒന്നും കിട്ടിയില്ല. മടക്കി വെക്കാൻ വരട്ടെ, മടക്കി വയ്ക്കാൻ വരട്ടെ. ഇനി ആ വ്യക്തി മാറത്തില്ല എന്നുള്ള ആ ചിന്ത മടക്കി വെക്കാൻ വരട്ടെ. ഇവർ മടക്കി വെച്ചപ്പോൾ, മടക്കി വെക്കാൻ തുടങ്ങുമ്പോൾ ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി. യേശു ആ വള്ളത്തിലോട്ട് കയറി. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആമേൻ. യേശു ആ വള്ളത്തേലോട്ട് കയറി. ഒന്നുമില്ലാത്തപ്പോൾ കയറി വരുന്ന ചില ദൈവാനുഗ്രഹമുണ്ട്. ആമേൻ. നമുക്കൊക്കെ മീൻ നിറച്ചുണ്ടെങ്കിൽ ബന്ധുക്കൾ, കൂട്ടുകാർ, മിത്രങ്ങളൊക്കെ ഓടിക്കയറും. പക്ഷെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ആര് വരാനാണ്? നമ്മുടെ കയ്യിൽ 10 രൂപ ഇല്ലാത്തപ്പം മെസ്സേജ് പോലും നിനക്ക് റീചാർജ് ചെയ്ത് തരണമെന്ന് ചോദിക്കുക. ഇല്ല. ഇനി വാട്സപ്പ് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ റിപ്ലൈ പോലും തരത്തില്ല. ആരും വരത്തില്ല, ആരും ഉണ്ടാകത്തുമില്ല. പണമില്ലാത്തവൻ പിണം, അവന് വിലയില്ല, നാട്ടിന് വിലയില്ല, വീട്ടിൽ വിലയില്ല, എവിടെയും സ്ഥാനമില്ല. അവൻ പറഞ്ഞ വാക്കിനാരും വില കൊടുക്കത്തില്ല. പണം ഉണ്ടല്ലോ, പറഞ്ഞ വാക്കിനടക്കം വിലയാണ്. ഈ വള്ളത്തിലൊന്നുമില്ല. പക്ഷേ യേശു അതിൽ കയറി. അതൊരു ടേണിംഗ് പോയിൻ്റാണ്. ഈ വചനം ശ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് നിന്നിൽ കയറാൻ പോകുന്നത്. ദൈവം നൽകുന്ന ഒരു നന്മയാണ് നിന്റെ ജീവിതത്തിൽ കയറാൻ പോകുന്നത്. യേശു അതിൽ കയറി. എന്നിട്ട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമോ? 4-ാമത്തെ വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ യേശു ആ വള്ളത്തിനകത്തോട്ട് കയറി ഇവരോട് മിണ്ടിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ സംസാരിക്കുന്നത് പോലെ യേശു അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ഈ വള്ളത്തിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, സുഹൃത്തെ, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഇത് മടക്കി വച്ചതാണ്, ഇത് മടക്കി വച്ചതാ. ഇനി ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. വീണ്ടും എടുക്കാൻ പറഞ്ഞു. വീണ്ടും അതെടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധി പറയും ഇനി ഈ വിഷയം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതേ വ്യക്തിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടും. നീ ആ തകർന്ന സാമ്പത്തികം ഒന്നും കൂടെ അതെടുക്കുക, ഒന്നും കൂടെ ആ നിയോഗം വയ്ക്കുക, ഒന്നും കൂടെ ആ വിഷയം പ്രാർത്ഥിക്കുക. ശിമയോനോട് പറഞ്ഞ ആ മടക്കി വെച്ച ആ വലയില്ലേ, ഒന്നും കൂടെ എടുക്കുക. അവൻ എടുത്തു. എന്നിട്ടോ ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. 6-ാമത്തെ വാക്യം വായിക്കുവാണ്. ഞാൻ വായിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മടക്കി വച്ച വല വീണ്ടും എറിഞ്ഞപ്പം വളരെയേറെ മത്സ്യങ്ങൾ ആ വലയ്ക്കകത്ത് വന്ന് കയറി. നമ്മുടെ അധ്വാനം അനുഗ്രഹമാകുന്ന എപ്പോഴാണെന്നറിയോ? ചത്ത് കിടന്ന് പണിയെടുക്കുമ്പോഴല്ല, തന്ത്രം ഉപയോഗിച്ച് പണിയെടുക്കുമ്പോൾ മാത്രമല്ല, ദൈവാനുഗ്രഹത്തിൽ അധ്വാനിക്കുമ്പോഴാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. രണ്ടിനും നമ്മൾ ചെലവാക്കുന്ന എനർജി, സമയം, ടൈം, പണം എല്ലാം വ്യത്യാസമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ 6 മണി തൊട്ട് വെളുപ്പാങ്കാലം വരെ ഇത് ഇറക്കിയതാണ്, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നീ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ആ അനുഗ്രഹത്തിൽ വല ഇറക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് 6 മത്സ്യത്തെ കിട്ടിയെന്നല്ല. എഴുതിയിരിക്കുന്ന വാക്കുറക്കെ വായിച്ചേ, വളരെയേറെ മത്സ്യങ്ങളെ അവർക്ക് കിട്ടി. അവരുടെ ആ വല മുഴുവൻ, ഒരിക്കലും വിചാരിച്ചില്ല ഈ വല ഇങ്ങനെ നിറയൂന്ന്. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കും, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ശരിയാകുമോ? അത് നടക്കും, അത് നിറയും. ആ ഒരു കാര്യത്തിനകത്ത് ചില ദൈവീക പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്തിനാണെന്നറിയോ ഇത് പറഞ്ഞവിടെ എത്തിച്ചത്? ഒരു വാക്യം വായിക്കാനാണ്. യേശു അവർക്ക് ഇഷ്ടം പോലെ മത്സ്യത്തെ അവർ അനുഗ്രഹിച്ചു കൊടുത്തു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പെട്ടെന്ന് കയറി വന്നു. അവരുടെ വല കീറി തുടങ്ങി. അതൊരു അപകട സൂചനയാണ്. മത്സ്യം നിറയെ വലയ്ക്കകത്തുണ്ട്, പക്ഷെ ആ വലയിൽ എന്ത് സംഭവിച്ചു? ഒരു കീറല്. അയ്യോ, ദൈവം പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇത് ചെയ്തത്, ദൈവം ഇത്ര അനുഗ്രഹിച്ച് മത്സ്യമൊക്കെ വന്നതാണല്ലോ, പിന്നെന്താണോ ഇത് കീറിയത്? പക്ഷെ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഒറ്റ മീൻ പുറത്തു പോയിട്ടില്ല. ഞാൻ ഈ പറയുന്ന വാക്ക് മറക്കുവല്ലേ, ദൈവം നിനക്ക് തന്നത് ചെറിയ കീറലൊക്കെ വന്നാലും ഒന്നും നഷ്ടമാകില്ല. ഇത് മാത്രം സ്വീകരിച്ചിന്ന് വീട്ടിൽ പോകണം. ദൈവം തന്ന കുടുംബ ജീവിതത്തിലുണ്ടല്ലോ ചില കീറലുകൾ വരും. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ചില വഴക്കുകൾ വരും, ചില പിണക്കങ്ങൾ വരും.
നമ്മൾ ഓർക്കും ഇത് കുടുംബം തകർന്നു, എല്ലാം മക്കളുടെ വഴി, ഭാര്യയുടെ വഴി, ഒന്നും സംഭവിക്കത്തില്ല. ദൈവമാ നിനക്ക് ആ കുടുംബത്തെ തന്നത്. ദൈവമാ നിറച്ചു മത്സ്യത്തെ അവർക്ക് കൊടുക്കാൻ അനുഗ്രഹിച്ചു കൊടുത്തതാ. പക്ഷെ വലയിൽ അന്നേരം ഒരു മീനില്ലാതിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു കീറലും ഇല്ലായിരുന്നു. മത്സ്യം വലയ്ക്കകത്തുള്ളപ്പോൾ ചെറിയ കീറൽ മതി. ഇതിനകത്ത് കിടക്കുന്ന മത്സ്യം മുഴുവൻ ജീവൻ മരണ പോരാട്ടമാണ്, കിടന്ന് പിടയ്ക്കുകയാണ്. ഒരു ചെറിയ വിടവുണ്ടായാൽ ആ വിടവ് വേഗത്തിൽ വലുതായി മീൻ മുഴുവൻ കടലിൽ പോവും. പക്ഷെ ബൈബിൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വായിച്ചു നോക്കി, ഒറ്റ മീൻ പുറത്തു പോയിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ പറയില്ലേ, ഞങ്ങൾക്ക് ദൈവം തന്നതിനകത്ത് കീറൽ വന്നതുകൊണ്ട് ഞങ്ങളിനി പള്ളിയിലോ പ്രാർത്ഥനയ്ക്കോ ഒന്നുമില്ല. ദൈവം തരുന്ന ജീവിതത്തിൻ്റെ മേൽ ചിലപ്പോൾ ഇങ്ങനെ ചില കീറലുകളൊക്കെ വരാം. ദൈവം തന്നതൊന്നും, അത് പണമായാലും ശുശ്രൂഷയായാലും ബന്ധമായാലും ദൈവമാണോ നിനക്ക് തന്നത്? ആമേൻ. ഇനി അഥവാ ചിലതൊക്കെ വല തുറന്നു പോയെന്നിരിക്കട്ടെ, അത് ദൈവം നിനക്ക് തന്നതല്ല. അത് പോട്ടെ, ദൈവം നിനക്ക് തന്ന നിന്റെ ജീവിത പങ്കാളി നിനക്ക് നഷ്ടമാകില്ല. ദൈവം നിനക്ക് തന്ന നിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വ്യക്തി ദൈവമാണോ നിനക്ക് തന്നത്, ദൈവമാണോ നിന്റെ ജീവിതത്തിൽ എത്തിച്ചത്, അത് നഷ്ടമായി പോകത്തില്ല. ദൈവം തന്നത് മീനായിക്കോട്ടെ, പണമായിക്കൊള്ളട്ടെ, വീടാകട്ടെ, കുടുംബമാകട്ടെ, ദൈവം പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വാക്കു കേട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണോ അത് നിന്റെ ജീവിതത്തിൽ വന്നത്, ചില കീറലുകൾ ഉണ്ടായാൽ പോലും അതൊന്നും നിനക്ക് നഷ്ടമാകത്തില്ല. ഒന്ന് കരമുയർത്തി വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഴുതിയിരിക്കുന്ന വാക്കൊന്നും കൂടെ വായിച്ച്, വലയിറക്കിയപ്പോൾ അവർക്ക് വളരെയേറെ മത്സ്യങ്ങൾ, ഇഷ്ടം പോലെ മത്സ്യങ്ങൾ ഉണ്ടായി. അവരുടെ വല കീറി തുടങ്ങി. വലയ്ക്ക് പെട്ടെന്നൊരു കേട് സംഭവിച്ചു, വല പെട്ടെന്ന് കീറാൻ തുടങ്ങി. ഇത് വലയ്ക്ക് മാത്രമല്ല, ചിലർ പറയും ഞങ്ങൾ എന്ത് നല്ലൊരു കുടുംബമായിരുന്നു, പെട്ടെന്നൊരു വഴക്ക്, ഒരു കീറലും. ആ കൊച്ചിൻ്റെ ജീവിതം നന്നായിട്ട് പോവുമായിരുന്നു, പെട്ടെന്ന് അവളുടെ സ്വഭാവത്തിലൊരു മാറ്റം. ആ വ്യക്തിയുടെ സ്വഭാവം, ദൈവം നിനക്ക് തന്നതൊന്നും നിനക്ക് നഷ്ടമാകില്ല. അതെന്നും പറയണം കേട്ടോ. ദൈവം എനിക്ക് തന്ന മക്കൾ, ദൈവം എനിക്ക് തന്ന വീട്, ദൈവം എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളി, ദൈവം എനിക്ക് തന്ന ആ സുഹൃത്ത്, ദൈവം എനിക്ക് തന്ന ഈ ശുശ്രൂഷ, ചില കീറലുകൾ ഉണ്ടായാലും ചില വിഷമങ്ങൾ ഉണ്ടായാലും അത് നിനക്ക് നഷ്ടമായി പോകത്തില്ല. ഈ മത്സ്യത്തിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവം തന്നതാ അത്. ദൈവം നിനക്ക് തന്ന വിദ്യാഭ്യാസം നിനക്ക് നഷ്ടമാകില്ല. അതേത് രാജ്യത്താകട്ടെ, ഏത് നാട്ടിലാകട്ടെ, ദൈവം നിനക്ക് തന്ന ബിസിനസ്, ദൈവം നിനക്ക് തന്ന ആ ജോലി, ദൈവം നിനക്ക് തന്ന ആ ഒരു യോഗ്യത നഷ്ടമാകത്തില്ല, നഷ്ടമാകത്തില്ല. ഇനി ഇത്രയും മത്സ്യങ്ങളെ കിട്ടിയപ്പോൾ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ, ഏത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തുവാ പുള്ളി കണ്ടത്? ഇന്നലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ വള്ളത്തിനകത്ത് ഒരു പൊടിമീൻ പോലും ഇല്ലായിരുന്നു, വെറും ശൂന്യമായ വലയായിരുന്നു. ഇത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവാനുഗ്രഹം വന്നപ്പോൾ ആ വള്ളം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാണ്. ഇത് കണ്ടപ്പോൾ, ഇതെൻ്റെ ഭാഗ്യമാണ്, ഞാൻ എൻ്റെ കഴിവാണെന്നല്ല ഇദ്ദേഹം പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് തന്നവൻ്റെ കാലയിലോട്ട് ഒറ്റ വീഴ്ച വീണം. ഇത് തന്നത് നീയാണ്. മറക്കരുത് കേട്ടോ, എല്ലാ വ്യക്തികളും മറക്കരുത്. കുറച്ച് പുത്തൻ വരുമ്പോൾ തന്നവനെ മറക്കരുത്. ചില നല്ല ബന്ധം വരുമ്പോൾ നമുക്ക് തോന്നും ഇയാളാണ് ദൈവം, ഈ പുള്ളിയാണ് മെയിൻ, ഈ പുള്ളി വന്നാൽ എല്ലാം ശരിയായി. അല്ല, അത് കുറച്ച് കഴിയുമ്പോൾ കീറൽ വരും, പ്രശ്നം വരും. നിനക്ക് ഈ വ്യക്തിയെ തന്നത് ദൈവമാണ്. ദൈവമേ, എനിക്ക് ഈ വീട് തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ തല താഴ്ത്തണം. വർഷത്തിലൊരിക്കലല്ല, എല്ലാ ദിവസവും. ഇതെനിക്ക് പേഴ്സ് തുറക്കുമ്പോൾ കുറച്ച് 500-ൻ്റെയും 200-ൻ്റെയും ഒക്കെ നോട്ട് ഇരിപ്പുണ്ട്, ATM കാർഡ് ഇരിപ്പുണ്ട്. അതിനകത്ത് പൈസയൊക്കെ ഉണ്ടെന്നറിയാം. ഉള്ളവർ പൈസയുണ്ട്. ദൈവമാണ് നിനക്ക് തന്നത്. പണ്ട് 1 രൂപയ്ക്ക് 10 രൂപ നിലത്ത് കിടന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് വരെ കൊതിച്ചവരുണ്ട്. ആരുടെയും കയ്യിൽ നിന്നൊരു 5 രൂപയെങ്കിലും വീണ് വഴി കിടന്ന് കിട്ടിയായിരുന്നെങ്കിൽ, ഒരു ചായ കുടിക്കാൻ പൈസയില്ലാതെ ചായക്കടയുടെ മുമ്പിൽ കൊതിയോടെ നിന്നിട്ടുണ്ടവരുണ്ട്. ചായക്കടയുടെ മുമ്പിൽ ഇങ്ങനെ ആ ചില്ലലുമാരിയിൽ ഇരിക്കുന്ന, അവരുണ്ടാക്കി വച്ചിരിക്കുന്ന പലഹാരങ്ങളെ ചുമ്മാ നോക്കി നിന്നവരുണ്ട്. ചുമ്മാ പറയൊന്നുമല്ല, വേറൊരാൾ കഴിക്കുന്ന ഭക്ഷണം, ബിരിയാണി,
അവർ ഇറച്ചി മേടിക്കുന്നു, മീൻ മേടിക്കുന്നു, അത് വറുത്തത് തിന്നുമ്പോൾ കൊതിയോടെ നോക്കിയവരുണ്ട്. അതാ പറഞ്ഞു, എന്തൊക്കെ ജീവിതത്തിൽ വന്നങ്ങ് നിറഞ്ഞാലും ശിമയോൻ ദൈവമാണ് എനിക്ക് തന്നത്. അത് എത്ര വലിയ ശുശ്രൂഷ എനിക്ക് കിട്ടിയാലും ഞാൻ പറയണം, ദൈവമാണ് എനിക്കത് തന്നത്. നാളെ 100 പേരുടെ മുമ്പിൽ നിന്ന് ദൈവമാണ് എനിക്ക് തന്നത്. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഇതെൻ്റെ കഴിവാണ്, ഞാൻ അന്നേരം വല ഇറക്കിയോണ്ടാണ്, അന്നേരം എനിക്ക് ഐഡിയ വന്നുകൊണ്ടാണ്, ഇതെൻ്റെ ബുദ്ധിയാന്നല്ല, ഇത് തന്നത് നീയാണ്. മറക്കല്ല്. 40-ാം വെള്ളിയാഴ്ച മനസ്സിൽ കുറിച്ചിടണം. നാളെ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നല്ലൊരു പൊസിഷനിലൊക്കെ എത്തും. ചിലപ്പോൾ നിങ്ങളുടെ മകൾ കടൽ കടന്ന് നല്ലൊരു രാജ്യത്ത് പോയി സാലറിയൊക്കെ ഉള്ള ഇഷ്ടംപോലെ പണമുള്ള ഒരു സ്ഥാനത്തൊക്കെ ജോലിയൊക്കെ കിട്ടി സുരക്ഷിതമാകും. മരിക്കുന്നവരെയും പറയണം, അത് ദൈവം തന്നതാ. ഇത് കാണുമ്പോൾ, ആ നിറഞ്ഞത് കാണുമ്പോൾ, ആ വീട് കാണുമ്പോൾ, മക്കളുടെ മാർക്കുകൾ കാണുമ്പോൾ, ജീവിതം കാണുമ്പോൾ, ദൈവമാണ് എനിക്ക് തന്നത്. കുറച്ച് പുത്തൻ കയ്യിൽ വരുമ്പോൾ ആ പുത്തൻ്റെ കൂടെ പോകല്ല്. പൈസ വരുമ്പോൾ ആ കൂട്ടത്തിൽ പോകല്ല്. പൈസ എത്രയും വന്നോട്ടെ, ഇതെനിക്ക് ദൈവമാണ് തന്നത്. ഇത് ദൈവം, ഇനി എത്ര വലിയ വാഹനം, 50 ലക്ഷത്തിൻ്റെയോ 80 ലക്ഷത്തിൻ്റെയോ വാഹനം, ദൈവമാണ് എനിക്ക് തന്നത്. എൻ്റെ കൊച്ചിന്ന് കാനഡയിലാണ്, UK-യിലാണ്, അമേരിക്കയിലാണ്, ഓസ്ട്രേലിയ, ദൈവമാണ് എനിക്ക് തന്നത്. ഈ കുഴിയിൽ നിന്ന് ഒരാൾക്ക് കടൽ കടന്ന് വിമാനത്തിൽ കയറി വേറൊരു സ്ഥലത്തിറങ്ങി അവിടെ നിന്നും നീണ്ട 10-12 മണിക്കൂർ യാത്ര ചെയ്ത്, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെയൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ വീട്ടിൽ നിന്ന്, ആ വീട്ടിലുള്ള എല്ലാവരും ഏതൊക്കെയോ രാജ്യത്താണ്, എന്നാരും അടുത്തില്ല. ചില നന്മകൾ വരുമ്പോൾ 1000 വട്ടം പറയണം, ഇതെനിക്ക് തന്നത് ദൈവമാണ്, ഈ ആരോഗ്യം തന്നത് ദൈവമാണ്, ഈ ശുശ്രൂഷ തന്നത് ദൈവമാണ്, ഒന്നുമില്ലായ്മ എന്നെ ഉയർത്തിയത് ദൈവമാണ്, എന്നെ അനുഗ്രഹിച്ചത് ദൈവമാണ്, ഏതോ തോട്ടിൽ കടന്ന് എവിടെയോ കടന്ന് എന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ്. എന്നാണോ ഇതൊരാൾ മറക്കുന്നത്, അന്ന് അയാൾ തോൽക്കാൻ തുടങ്ങും. എന്നാണോ ഇത് ഞാൻ വലിയ പുള്ളിയാണ്, എൻ്റെ കഴിവാ, എൻ്റെ ഭാഗ്യവാ എന്ന് കരുതുന്നിടത്താണ് ഒരാൾ പതുക്കെ തോക്കാൻ തുടങ്ങുന്നത്. എന്നൊക്കെയാണോ ദൈവത്തെ ഉയർത്തുന്നത്, അന്ന് മുതൽ അയാൾക്ക് വേണ്ടതൊക്കെയും ദൈവം കൊടുത്ത് അനുഗ്രഹിക്കാൻ തുടങ്ങും. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും എഴുന്നേറ്റു നിന്ന്, നമ്മൾ കണ്ടത് കേട്ടത് വെള്ളവും വള്ളവും മീനും ഒക്കെയാ. യേശു പറഞ്ഞു, യേശു ഒരു വള്ളത്തിലോട്ട് കയറിയില്ലേ? യേശു ഒരു വള്ളത്തിലേക്ക് കയറിയപ്പം അവിടെ അവർക്കുണ്ടായത് നേട്ടമാണ്, നഷ്ടമല്ല. ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുമ്പോൾ നിനക്ക് നഷ്ടമല്ല. ചിലർ പറയുന്നത് ഇതൊക്കെ ഒരു നഷ്ടക്കച്ചവടം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ല, നഷ്ടക്കച്ചവടമൊന്നുമല്ല. ചിലരൊക്കെ ആവേശത്തിൽ പറയും, എനിക്കിതിനൊക്കെ എവിടാ സമയം, എനിക്ക് നേരെ നിൽക്കാൻ പോലും സമയമില്ല, പിന്നെയാണോ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ബിസിയാണ്. എന്ത് ബിസിയാണെന്നാണ് ഈ പറയുന്നത്? ജീവിതത്തിന് ആവശ്യമായ നന്മകളില്ലാതെ, അനുഗ്രഹമില്ലാതെ ഓടിയതും നേടിയതും ഒക്കെ നഷ്ടമായി പോകും. ചിലപ്പം ദൈവത്തെ കൂട്ടുപിടിക്കാതെ ഓടിയിട്ട് ഇന്ന് മെച്ചോ ഇല്ല, മിച്ചോ ഇല്ല, കടവല്ലാതൊന്നുമില്ല. ശ്വാസം പോലും ഇന്ന് വിടാൻ പേടിയാ, ഭയങ്കര ടെൻഷനാണ്. രോഗം വരുമോ എന്ന് പേടിയാ. ദൈവം നിനക്കെല്ലാം നൽകും. ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് നിനക്ക് ആവശ്യമായതൊക്കെയും ദൈവം തരും. കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ അവർക്ക് വറുത്ത് തിന്നാനും കറി വെക്കാനുമുള്ള 4, 3, 7 മീനിനെ കൊടുത്തു എന്നല്ല പറഞ്ഞത്. അവിടെയുള്ള വള്ളങ്ങൾ മുഴുവൻ നിറഞ്ഞു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവർ കൂട്ടുകാരെയൊക്കെ ആംഗ്യം കാണിച്ച് വിളിച്ചു ഇവിടെ വരാൻ പറഞ്ഞു. മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ പാകത്തിന് ദൈവം ചിലപ്പോൾ നിന്റെ കയ്യിൽ വലിയ നന്മകൾ ഏൽപ്പിക്കും. മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുക്കാൻ പോലും നിന്റെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിക്കും. നിസ്സാരമൊന്നുമല്ല. ആ ഒരു വള്ളം നിറയുന്ന ഇതെല്ലാം കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, ഈ വലയുണ്ടല്ലോ ഞാൻ മടക്കി കെട്ടി വച്ചതാണ്, നിന്റെ വാക്ക് കേട്ട് ഞാൻ എടുത്തതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കണ്ണുകളെ ഒന്ന് അടച്ച് ഈ 40-ാം വെള്ളിയാഴ്ച വിശ്വാസത്തോടെ സ്വീകരിക്ക്. എത്ര വെട്ടുകിട്ടിയ മരവായാലും അത് വീണ്ടും കിളിർക്കൂന്ന് പറഞ്ഞ പോലെ വീണ്ടും കിളിർത്തോണം കേട്ടോ. പഠിക്കത്തില്ലെന്ന് പറഞ്ഞവരും കഴകത്തില്ലെന്ന് പറഞ്ഞവരും പൊട്ടനാണ്, ഇവിടെ ഒരു മണ്ടിയാണ്, ഇവൾ എത്തത്തില്ല, ഇവളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളും, ഇവനെ കൊണ്ട് എന്തിനു കൊള്ളും. നിന്റെ തണലിൽ നാളെ പലരും കഴിയും.
നിന്റെ തണലിൽ പലരും ചേർന്ന് നിൽക്കുന്ന സ്വന്തമാന്നൊക്കെ അങ്ങ് പറയും. ഇപ്പൊ പറയും ഞങ്ങളുടെ അങ്ങ് ബന്ധമൊന്നുമല്ല, നിന്റെ പേര് ഞങ്ങൾക്ക് അറിയത്ത് പോലുമില്ല, എവിടുന്ന് ആര് എന്തെന്നൊക്കെ ചോദിക്കൂ. നാളെ നിനക്കൊരു നന്മ വന്ന് ചില നന്മകളുടെ ശിഖരങ്ങളൊക്കെ വരുമ്പോൾ അവരങ്ങെന്ന് പറയും ഞങ്ങളുടെ സ്വന്തമാകട്ടോ, ഞങ്ങളുടെ അത്രയും പ്രിയപ്പെട്ടവൻ്റെ പേര് പറഞ്ഞാൽ അറിയും. അയ്യോ അങ്ങനൊന്നും അല്ല പണ്ട് പറഞ്ഞത്, ഉണങ്ങിപ്പോകൂന്നാ പറഞ്ഞത്, ശരിയാകത്തില്ലെന്നാ പറഞ്ഞത്, ഗതി പിടിക്കുകയില്ലെന്നാ പറഞ്ഞത്, ശപിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഉണങ്ങിപ്പോകേണ്ട സ്ഥാനത്ത് ദൈവം നിന്നെ വിറകാക്കിയല്ല മാറ്റിയത്. ഒരു ഇളം ചെടി പോലെ തളർത്തു നിൽക്കുന്ന ഒരു നല്ല, കണ്ടാൽ ആരും നോക്കുന്ന വിധത്തിൽ, കണ്ടാലൊന്ന് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ പലരും നിന്നെ അത്ഭുതത്തോടെ അല്ല അമ്പരപ്പോടെ നോക്കത്തക്ക വിധം ഇളം ചെടി പോലെയാണ് നിന്നെ ഉയർത്തിയത്. ഒന്നും കൂടെ കേട്ടെ, മീനാണെ പോലും ദൈവമാണോ നിനക്ക് തന്നത്? ആ വലയ്ക്കകത്ത് ദൈവമാണോ നിനക്കതിനെ ഒരുക്കി തന്നത്? അത് നഷ്ടമാകത്തില്ല. ദൈവം തന്ന നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് നഷ്ടമാകില്ല. ദൈവം തന്ന നിന്റെ കുടുംബജീവിതം തകർന്നു പോകില്ല. ദൈവം തന്ന നിന്റെ ബിസിനസ് ആരൊക്കെ നോക്കിയാലും ഇനി അതിന്മേൽ ചില കീറലുകൾ ഉണ്ടായാൽ പോലും ഒന്നും നഷ്ടമാകത്തില്ല. ആ കരങ്ങളെല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ചിലപ്പോൾ നമ്മളും അങ്ങനെയാണ് കേട്ടോ. ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ എല്ലിന് പൊട്ടലുള്ള ഒരാൾ ഓട്ടമത്സരത്തിൽ ഓടുന്ന പോലൊക്കെയാ ഈ ശുശ്രൂഷ പോലും. കാലുളുക്കി വെച്ച് കെട്ടിയപ്പോഴും ഡാൻസ് കളിക്കുന്ന കുട്ടിയെ പോലെയാണ് നമ്മൾ. അസ്ഥി ഒടിഞ്ഞു ഞുറുങ്ങുന്ന വേദനയുള്ളപ്പോഴും പലരുടെയും മുമ്പിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുവാണ്. ഒടിഞ്ഞു ഞുറുങ്ങുന്ന വേദനകൾ ഉള്ളപ്പോഴും കൈ ഉയർത്തി നിൽക്കുകയാണ്. മടുപ്പും ക്ഷീണവും ഉറക്കക്ഷീണവും ശരീരത്തിന് അസ്വസ്ഥതയും ഒക്കെ ഉള്ളപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒന്നും നിനക്ക് നഷ്ടമാകത്തില്ല കേട്ടോ. നിനക്ക് ദൈവം പ്രതിഫലം തരാതിരിക്കത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ ഉയർച്ച തരാതിരിക്കത്തില്ല. ഈ ഉണങ്ങിയ മരം കിളിർത്തതുപോലെ, ഈ വെട്ടുകൊണ്ടിയ മരം കിളിർത്തതുപോലെ നിന്റെ ജീവിതത്തെ ദൈവം കിളിർപ്പിക്കും. നിന്റെ ജീവിതത്തെ ദൈവം ഉയർത്തും. നിന്റെ ഭാവിയെ ദൈവം ശോഭിതമാക്കും. ആ കരങ്ങളെ ഉയർത്തി സ്തുതിക്കുന്നു. ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ്. കരമടിച്ച് എല്ലാവരും ചേർന്ന് പാടാം. ഒന്നും കൂടെ എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിച്ച് ഇന്ന് കേട്ടൊരു വാക്യമാണ്. ഒരു മരം, അതിന് വെട്ടുകൊണ്ടുവന്ന് മാത്രമല്ല, എൻ്റെ വേരും പോയി, അതിൻ്റെ തായ്വേരും പോയി, അതിൻ്റെ കുറ്റിയും പോയി. വിറകിന് കൊള്ളുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ദൈവവചനം പറയുക, എന്നിട്ട് പോലും അത് ഇളം ചെടി പോലെ കയറി വന്നു എന്ന്. അങ്ങനെ ആകാൻ വേണ്ടി ദൈവം വിളിച്ച് കൊണ്ടുവന്നവരാ നിങ്ങൾ. എന്ത് വിഷമം ഉണ്ടായിക്കൊള്ളട്ടെ, തണ്ടും പോയി, ഇലയും പോയി, ശിഖരവും പോയി, വേരും പോയി, കുറ്റിയും പോയി, ഇനി എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് ചിന്തിച്ച് തളരരുത്. എന്നെ നോക്കി പലരും നേരെ പറഞ്ഞിട്ടുണ്ട്, നീ ഗുണം പിടിക്കുകയില്ല, നിന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല, വീട്ടിൽ പോലും നിന്നെക്കൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല, നിനക്ക് മലയാളം പോലും എഴുതാൻ അറിയില്ല, നിനക്ക് എഴുതിയതിനകത്ത് മുഴുവൻ അക്ഷരത്തെറ്റാണ്, നിന്നെക്കൊണ്ടൊന്നിനും നിൻ്റെ എല്ലാ തരത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറില്ലേ, ദൈവമേ ഒരു മുടിഞ്ഞ വീട്ടിലാണല്ലോ ജനിച്ചത്. നമ്മൾ പറയാൻ പാടില്ല, എന്നാലും നമ്മൾ ചിന്തിക്കും, ഇത്രയും ഒരു മുടിഞ്ഞവനായിട്ട് എന്തിനാ എനിക്ക് ജന്മം തന്നു. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, മരിച്ചായിരുന്നെങ്കിൽ
ഈ ആട്ടും തുപ്പും അവഗണനയും തരം താഴ്ത്തലും നാണം കെട്ടലും കൊണ്ട് മടുത്ത് എന്തോ ഒരു ജീവിതമായത്, ആരുടെ ശാപമാണ്? പക്ഷെ ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാകുന്നത് ഒന്നുമില്ലായ്മയെന്ന് പോലും. മുമ്പേ പറഞ്ഞ വാക്കല്ല കേട്ടോ. ഇപ്പം നിങ്ങളെ ചേച്ചി എന്ന് വിളിക്കുന്നു, ചേട്ടൻ, അയാൾ, അവള്, ഇതേ ആൾക്കാരുണ്ടല്ലോ നാളെ അങ്കിളേ എന്ന് വിളിക്കും, ആൻറ്റി എന്ന് വിളിക്കും. നമുക്ക് ചിരി വരും. ഏത് വകുപ്പിലാപ്പായി അങ്കിളായത്? പൈസ വന്ന പുത്തം വന്നുകൊണ്ടാണ്. ഇച്ചിരി പുത്തം വരുമ്പോൾ നമ്മളൊക്കെ അങ്കിളാകും. അച്ഛൻ പാപ്പ എന്നൊക്കെ വിളിക്കും. ഏത് പാപ്പനാന്നൊരു പിടുത്തവും കിട്ടണില്ല. എന്ത് പണ്ട് പാപ്പൻ്റെ സ്ഥാനത്ത് വേറൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒക്കെ മാറി. നമുക്ക് നല്ല കാലം വരുമ്പോൾ ഉണ്ടല്ലോ പാപ്പന്മാർ, അങ്കിൾമാർ, ആൻറ്റിമാർ ഇളം ചെടി പോലെ വരും. നിങ്ങളത് വിശ്വസിച്ച് ജോണ 2 ലൈൻ പാടുക. ഒന്നുമില്ലായ്മയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എൻ്റെ ജീവിതം ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാ പാടും ഞാൻ. ആമേൻ. പരിശുദ്ധ കുർബാനയെ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും ഈ അൽത്താരയോട് ചേർത്ത് വയ്ക്കുകയാണ്. അവരെല്ലാവരും ഒരു നിമിഷം ഒരു അറിയിപ്പ് പോലൊരു കാര്യം പറയുവാണ്. ഈ 40-ാം വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ഞായറാഴ്ച ഈസ്റ്ററാണ്. ഈ വചനം, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ ആകുമ്പം നല്ലൊരു ഭക്ഷണം മേടിക്കാൻ പൈസയില്ലല്ലോ, അല്ല എൻ്റെ കൊച്ചുങ്ങൾക്കൊരു നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ വിഷമമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പേര്, ഫോൺ നമ്പറും ഓഫീസിൽ കൊടുക്കുക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. കാരണം ഇതൊരു ധ്യാനകേന്ദ്രം മാത്രമല്ല, മോർ ദാൻ എ റിട്രീറ്റ് സെൻറ്റർ, വി ആർ എ ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എല്ലാം. അപ്പം നിങ്ങൾ ചില ആളുകൾ അങ്ങനെയാണ്. ചിലരിന്നെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കൊച്ചിനൊരു നല്ല ഉടുപ്പെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെ ആ ദിവസം ഒരല്പം ഇറച്ചി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് എവിടുന്ന് ആ പൈസ ആരോടാ ചോദിക്കുന്നത്? ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അത് സ്വാതന്ത്ര്യത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ആ ഒരു കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എഴുതി തരിക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുവാണ്. അധികം ആളുകളും വാഹനങ്ങളും ഇല്ലാത്തൊരു റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ വലിയ കഴിവൊന്നും വേണ്ട, സാധാരണ ഓടിക്കാനൊക്കെ പഠിച്ചാൽ മതി. എന്നാൽ നിറയെ ആളുകളും നിറയെ വാഹനങ്ങളുമുള്ള ഒരു റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ അതിന് വിദഗ്ധമായൊരു കഴിവ് വേണം. ഇതുപോലെ തന്നെയാണ് ജീവിതവും. സാധാരണ പോലെ അങ്ങനെ പോകണമെങ്കിൽ ഒരു കുഴപ്പമൊന്നും വേണ്ട. പക്ഷെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിനിടയിൽ കൂടെയൊക്കെ ഉണ്ടല്ലോ ഈ ജീവിതമൊക്കെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനൊരു പ്രത്യേക അനുഗ്രഹം തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകും. എല്ലാം ആളും റോട്ടിൽ കൂടെ ചുമ്മാ വണ്ടി ഓടിച്ചു പോകുന്നൊരു ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് വെല്ലുവിളികൾ വരും. കണ്ണുകളെ ഒന്ന് അടയ്ക്ക്. ഇന്ന് കേട്ട വചനങ്ങളൊന്ന് ഓർത്തേ. ഒരു മരം അതിനെത്ര വെട്ടിയാലും അത് വീണ്ടും കിളിർക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉണങ്ങിപ്പോകാനല്ല കേട്ടോ ദൈവം ഈ പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിച്ചത്. ആരെങ്കിലും പറഞ്ഞൊരു വാക്ക് കേട്ടങ്ങ് വാടി ഉണങ്ങാൻ വരട്ടെ. വാടാനും ഉണങ്ങാനും ഒക്കെ എളുപ്പമാണ്. പെട്ടെന്ന് വാടിപ്പോകുന്നവരും കരിഞ്ഞു പോകുന്നവരും തളർന്നു പോകുന്നവരുമാണ് നമ്മൾ. നമ്മളേറ്റവും സ്നേഹിച്ചവരായിരിക്കും ഒരുപക്ഷെ നമ്മളെ ആദ്യം വേദനിപ്പിക്കുന്നത്. ഇവിടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ ഒരുപാടങ്ങ് വിശ്വസിച്ചവർ തന്നെയാ ജീവിതത്തിൽ ആദ്യത്തെ മുറിവേൽപ്പിച്ചത്.
ആ മുറിവ് വചനം പറയുവാണ്, മരം മുറിവേറ്റാലും അതിന് പ്രതീക്ഷയുണ്ട്, അത് വീണ്ടും കയറി വരും, അത് വീണ്ടും ഉയർത്തു വരും. 2, അതിൻ്റെ വേരങ്ങ് കേടായാലും അതിൻ്റെ കുറ്റി തന്നെ കേടായാലും ഇളം ചെടി പോലെ കിളിർത്തു വരണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 4 വശം നോക്കുമ്പോൾ അവിടെ പ്രശ്നം, ഇവിടെ പ്രതിസന്ധി, വെല്ലുവിളി, ഞാൻ രക്ഷപ്പെടുവോ, എൻ്റെ വീട്ടുകാരും സപ്പോർട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിലാണോ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തത്? അത് വാടൂന്നും അത് ഉണങ്ങൂന്നും പറയാനല്ല മൈക്ക് പിടിച്ച് ഇവിടെ നിൽക്കുന്നത്, അത് തളർത്തിളം ചെടി പോലെ വളരുമെന്നാണ്. ഹല്ലേലൂയ. ദൈവവചനം ഒരിക്കൽ കൂടി കേൾക്കാമോ? വചനമുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ശക്തിയുള്ള ഉദയ സൂര്യനെ പോലെ ഉദിച്ചു വരുന്ന 2 വാക്കുകൾ അഡ്ജക്റ്റീവാണ്. ശക്തിയുള്ള ഉദയസൂര്യൻ, ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരും. കണ്ണുകളെ അടച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്നലകളിൽ അസ്തമിച്ച സൂര്യനാണ് ഇന്നത് ഉദയസൂര്യനായി മാറിയത്. ഇന്നലകളിൽ അങ്ങ് മാഞ്ഞങ്ങ് സൂര്യൻ അസ്തമിക്കുന്നത്, അങ്ങ് താഴുന്നത് കണ്ടതാ, അങ്ങ് താഴുന്നത് കണ്ടതാണ്, അസ്തമിക്കുന്നത് കണ്ടു. സത്യമാണ്, നമ്മൾ താഴുന്നതും തകരുന്നതും പരാജയപ്പെടുന്നതും വീണുപോയതും പലരും കണ്ടു. ചിലർ അതിനെ ചിരിച്ചു. എന്നാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതാ ഒരു സൂര്യൻ ഉദയസൂര്യനായി ഉയരുന്നു. ഇന്നലകളിൽ അസ്തമിച്ചത് തന്നെ ഇന്ന് ഉദിച്ചു വരുന്നു. അത് തന്നെ ഒരു പാഠമാണ്. ജീവിതത്തിൽ അസ്തമിച്ചു എന്ന് പറഞ്ഞൊന്നും നിൽക്കരുത്. ഉദിച്ചു വരാനുണ്ട് ചില നന്മകൾ. കയ്യിലുള്ള പായും പറയും കൊണ്ടൊന്നും ഉദയസൂര്യനെ മറയ്ക്കാൻ ഒക്കത്തില്ല. നമ്മുടെ കയ്യിൽ പായും പറയും ഒക്കെ എടുത്ത് സൂര്യനെ മറയ്ക്കാൻ പറ്റുമോ? ഇല്ല, മറയ്ക്കാൻ പറ്റില്ല. കയ്യിലുള്ള പായും പറയും കൊണ്ടൊന്നും സൂര്യനെ മറയ്ക്കാൻ പറ്റില്ല. വിമർശിച്ചവരും കളിയാക്കിയവരും തള്ളിപ്പറഞ്ഞവരും ഇനി ശരിയാകത്തില്ലെന്ന് പറഞ്ഞവരും കഴിവില്ലെന്ന് പറഞ്ഞവരും അമ്പരന്ന് നോക്കി നിൽക്കത്തക്ക വിധം അത് പ്രതാപത്തോടെ ഐശ്വര്യത്തോടെ അത്ഭുതത്തോടെ അത് ഉദിച്ചു വരുന്ന പോലെ ജീവിതവും ഉയർത്തു വരും, ജീവിതവും ഉദിച്ചു വരും. അതുപോലെ ദൈവം അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടാ ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയത്. ഈ ചൂടും ആവിയും പരവേശം ഒക്കെ ഉണ്ടായിട്ടും ഒരു കുഞ്ഞു പോലും പുറത്തു പോകാതെ ഈ വചനത്തെ കേട്ടത്, ഒരു അനുഗ്രഹത്തോടെ കേട്ടത്, ഉദിച്ചു വരാൻ ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ചുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. യേശുവിന്റെ കരങ്ങളിൽ ശിഷ്യന്മാര് 5 അപ്പവും 2 മീനുമാ കൊണ്ട് കൊടുത്തത്. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നെങ്കിൽ ആ യേശുവിന്റെ കരങ്ങളിലേക്ക് ആ രോഗാവസ്ഥയെ കൊടുക്ക്, ആ വേദനയെ കൊടുക്ക്, അവസ്ഥയ്ക്ക് മാറ്റം വരും. ശിരസ് മുതൽ പാദം വരെ വേദനയുള്ള ഭാഗത്തെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ആ പാസ്പോർട്ട്, ആ ജോലി ആഗ്രഹിച്ചത്, കുടുംബത്തിന്റെ അനുഗ്രഹം, മക്കളുടെ അനുഗ്രഹം കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്മേൽ ചില അത്ഭുതങ്ങൾ വെളിപ്പെട്ടതുപോലെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. എല്ലാവരും ചേർന്ന അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി Hallelujah, 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 hallelujah. Yeshua, Yeshua, hallelujah, 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 hallelujah. Yeshua, Yeshua, hallelujah, 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 hallelujah. ഒന്നാ കണ്ണുകൾ അടച്ച് ത്യാഗത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത്, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയൊരു ദൈവം. ആ പാട്ട് ആരാ എഴുതിയെന്നറിയില്ലേലും അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന്. ചിലപ്പോൾ നമ്മളെ കാണുന്നവരോർക്കും ഈ പുള്ളി എന്തോ ഒരു സൗഭാഗ്യത്തിലാണ്, പുള്ളിക്കൊക്കെ എന്താണ് കുഴപ്പം? ഓരോരുത്തരെ അടുത്തറിയുമ്പോൾ ഉണ്ടല്ലോ, കാലിൻ്റെ അസ്ഥി പൊട്ടിയിട്ടും ഓട്ടമത്സരത്തിൽ ഓടുന്നവനെ പോലെയും കാലുകൾ ഉളുക്കിയിട്ടും ഡാൻസ് കളിക്കുന്ന കുട്ടിയെപ്പോലെയുമൊക്കെയാണ്. അസ്ഥി പൊട്ടിയെങ്കിലും വേദന സഹിച്ച് ഡാൻസ് കളിക്കുന്നവരില്ലേ, ഓടുന്നവരില്ലേ, ഗ്യാലറിയിൽ ഇരുന്നോണ്ട് കൈയടിച്ചോണ്ട് സപ്പോർട്ട് ചെയ്യാൻ
കണ്ട് രസിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അവനവനല്ലേ അറിയത്തുള്ളൂ അവനവൻ്റെ വിഷമങ്ങൾ. പ്രിയരെ, നമ്മളെല്ലാം ശുശ്രൂഷ ചെയ്യുമ്പോഴും അസ്ഥി പൊട്ടിപ്പോയ വേദനകളൊക്കെ ചിലപ്പോൾ മനസ്സിലുണ്ട്. അത് മനസ്സ് മുറിഞ്ഞ വേദനകളാണ്. പുറമേ നോക്കുമ്പോൾ ആൾ ചിരിക്കുന്നു. ഇന്ന് കേട്ട ആ വചനം ഒന്ന് ഓർത്തേ. മരത്തിന് പ്രത്യാശയുണ്ട്, അതിനെ മുറിച്ചാലും അത് വീണ്ടും കയറി വരും. ഇനി അത്ര മാത്രമല്ല, അതിൻ്റെ വേര് പഴകിപ്പോയി, അതിൻ്റെ കുറ്റി ദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ടും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റപ്പം അത് വീണ്ടും ഇളം ചെടി പോലെ. പ്രിയരെ, ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഞാൻ ഇതേപോലൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ, മരിച്ചു പോയിരുന്നെങ്കിൽ. ഒരുപാട് പേർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാകത്തില്ല, വീട്ടിൽ പോലും നിന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാകത്തില്ല, നിന്നെ എന്തിനു കൊള്ളാം, നിനക്കൊന്നും അറിയത്തില്ല, എഴുതാൻ പോലും നിനക്കറിയത്തില്ല, നീ എഴുതിയതിനകത്ത് വരെ തെറ്റാണ്, ഞാൻ എങ്ങനെയേലും എന്തേലും ആകൂന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ജീവിതം അങ്ങനെയാണ്. ദൈവത്തിലാണോ നീ ആശ്രയിക്കുന്നേ? നിന്നെ നോക്കി പലരും പറഞ്ഞു കാണും ഇത് ഉണങ്ങത്തേ ഉള്ളൂന്ന്. പക്ഷേ ദൈവത്തിനറിയാം വേര് പോലും ഉണങ്ങിയ നിന്നെ, ഒരുപാട് മുറിവുകളുള്ള നിന്നെ ഒരു മരം പോലെ ആക്കി മാറ്റാൻ. ചുമ്മാ പറഞ്ഞ വാക്കൊന്നും അല്ല കേട്ടോ. പണമില്ലാതിരിക്കുമ്പോൾ, വീടില്ലാത്തപ്പോ, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, പള്ളിക്കാരില്ല, ആരുമില്ല, കുറച്ച് പണവും കുറച്ച് പുത്തനൊക്കെ അങ്ങ് വരുമ്പം അങ്കിളേന്ന് വിളിക്കാൻ 100 പേരാ, ആൻറ്റീന്ന് വിളിക്കാൻ 50 പേര്, അങ്കിളായി, ആൻറ്റിയായി. പണമില്ലാതിരുന്നപ്പോഴോ അയാള്, ആ പുള്ളിക്കാരി, ആ പുള്ളിക്കാരൻ, അവരോ എന്തോ ഒരു പുച്ഛമായിരുന്നു. പക്ഷേ ഇന്ന് എത്രയും താന്നു കിടക്കുന്ന ഒരാളാകട്ടെ, നിനക്ക് ഇനിയും ഉയരാൻ സാധ്യതകളുണ്ട്. കാരണം ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നത്. ചിലരെങ്കിലും പറയും, വചനം കേൾക്കാനോ ധ്യാനത്തിനോ ആർക്കാച്ചോ ഇതിനൊക്കെ നേരം, സമയമില്ല, ബിസിയാണ്. എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കുമ്പോഴാ പ്രാർത്ഥന എവിടെയാ ഉള്ളേ? ആ അച്ഛനെ ഒന്ന് കാണാനൊക്കുവോ? കൗൺസിലിങ്ങിന് എവിടാ പേര് കൊടുക്കണ്ടേ? നേരത്തെ നിന്നോട് പറഞ്ഞതാ, ഇതിനു വേണ്ടി ചില സമയങ്ങൾ മാറ്റിവെക്കണം. ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച സമയമാ നിന്റെ വിജയത്തിന്റെ ആരംഭം കുറിച്ച സമയം. ഇവിടെ നിൽക്കുന്ന അപ്പനോ അമ്മയോ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാറ്, ജീപ്പ്, ബസ്സിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ തന്നെ ചില പ്രിയപ്പെട്ടവർ ഈ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ വണ്ടി ഇരിപ്പുണ്ട്. ഇതിനകത്ത് നിൽക്കുന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആ വണ്ടിയെ കൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആ കാറിൽ ഇരിപ്പുണ്ട്, എനിക്ക് ഈ ശബ്ദം ഇഷ്ടമല്ല, ഈ പ്രാർത്ഥനയൊന്നും എന്നെ വിളിക്കല്ല്, നിങ്ങളോട് കുതിരയോടി കാറിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. ഡ്രൈവറുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ. ഒന്ന് ഇതിനകത്ത് ആ മനുഷ്യൻ കയറിയായിരുന്നെങ്കിൽ അപ്പുറത്ത് നിൽപ്പുണ്ട്. ആദ്യം പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ല, ആ കരങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ തൊടണമേ, ആ തകർന്ന ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ കേട്ടെ, ഒന്നും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്നോണ്ടാ പ്രാർത്ഥിക്കുന്ന അത്രയും ആളുകളുണ്ട്. അതുകൊണ്ടാ അത്യാവശ്യമേ ഈ ഒരു കാര്യം കേൾക്കണം. പത്രോസ്ലീഹായുടെ വള്ളം ശൂന്യമായിരുന്നു. ആ വല മടക്കി വെക്കാൻ തുടങ്ങിയതാ, കഴുകിയിട്ട്. മടക്കി വെക്കാൻ വരട്ടെ കേട്ടോ, ഇതിനൊന്നും ഗുണമില്ലെന്നും പറഞ്ഞ് ഗേറ്റ് കിടന്ന് പോകാൻ വരട്ടെ. നീ കാണുന്നുണ്ടോ ഒരു ദൈവം നിന്റെ ആ ജീവിതത്തിൽ കയറി വരുന്നത്? എവിടെയോ കെട്ടിയിട്ട് സൈഡിൽ കിടക്കുക, നിന്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവം കയറി വരുന്നത് നീ കാണുന്നുണ്ടോ? ഈ ലോകത്തിലെ വലിയ VVIPകൾ കയറി വന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിൽ നീ പോലും അറിയാത്ത കാര്യങ്ങൾ വരാൻ തളരത്തില്ല.
യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്ക് വലയിറക്ക്. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഗുരു, ഇന്നലെ രാത്രി ഫുൾ ടൈം ഇതായിരുന്നു പരിപാടി, ഒന്നും കിട്ടിയില്ല, ഒന്നുമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ വലയിറക്കിയപ്പോൾ നിറയെ മത്സ്യങ്ങൾ. പക്ഷെ ഒരു കുഞ്ഞ് അപകടം, അത് കീറാൻ തുടങ്ങി ആ വല. ഈ മത്സ്യമെല്ലാം പോകത്തില്ലേ? ദൈവമാണോ നിനക്ക് തന്നത്? ആരെല്ലാം എന്തെല്ലാം ചെയ്താലും അതിനകത്തൊന്നുപോലും നഷ്ടമാകത്തില്ല. വല കീറിത്തുടങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ മീൻ പുറത്തു പോയി എന്ന് എഴുതിയിട്ടില്ലല്ലോ. വല കീറിയാൽ മീൻ പുറത്തു പോകണ്ടേ? അതെന്താ അങ്ങനെ എഴുതിയത്? വള്ളത്തിൽ തികയാത്തോണ്ട് മറ്റു വള്ളങ്ങളെ ആംഗ്യത്തിൽ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് നിറച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ ചില കീറലുകൾ അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് ദൈവമാണോ കുടുംബജീവിതം തന്നത്? ചിലപ്പോൾ അതിനകത്ത് ചില കീറലുകളൊക്കെ വരാം, ചില വഴക്കുകൾ വരാം, ചില പിണക്കങ്ങൾ വരാം, പക്ഷെ നഷ്ടമാകത്തില്ലൊന്നും. നിനക്ക് ദൈവമാണോ ഈ ബിസിനസ് തന്നത്? നിനക്ക് ദൈവമാണോ ഈ മക്കളെ നൽകിയത്? നിനക്ക് ദൈവമാണോ ആ പേഴ്സിനകത്ത് ആ പൈസയൊക്കെ തന്നത്? ദൈവമാണോ ആ സ്ഥലം നിനക്ക് ദൈവമാണോ തന്നത്? ഒന്നും നഷ്ടമാകത്തില്ല. ഒന്നും ദൈവം തന്നതൊന്നും നഷ്ടമാകില്ലെന്ന് വിശ്വസിച്ച് ഇന്ന് ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ ഇത് വിശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടാ. ഒന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടുന്ന് പോകേണ്ടത്. വെറുതെ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടല്ല. എന്തോ ഒരു നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കാനുണ്ട്, എന്തോ ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ പല ദേശത്തുനിന്ന് വിളിച്ച് ഇതിനകത്ത് കൊണ്ടുപോയിരിക്കുന്നത്. Hallelujah, 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 hallelujah. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ആ നിയോഗങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ കണ്ണുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, വായുവിൽ വരയ്ക്കുന്ന വര പോലെ ആവരുത് നമ്മുടെ പ്രാർത്ഥന. മനസ്സിൽ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് നിയോഗം പ്രാർത്ഥിച്ച് 437 പേരുടെ നിയോഗവും ഇന്നലെ 296 പേരുടെ നിയോഗവുമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ സമർപ്പിച്ച നിയോഗമുണ്ട്. കയ്യിൽ നിയോഗ കൊന്ത പിടിച്ചവരുണ്ട്. ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് ആ കൊന്ത പിടിച്ച് ഈ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏറ്റെടുത്തേ, കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തേ. എത്ര ദിവസം മുമ്പ് യാത്ര പുറപ്പെട്ട് ഇവിടെ വന്നതാണ്. പുറത്ത് റൂം എടുത്ത് ഇവിടെ വന്ന് സ്ഥല സൗകര്യങ്ങൾ കുറവായിരുന്നിട്ടും എത്രയോ റിസ്ക് എടുത്ത് നിങ്ങൾ പ്രാർത്ഥന കേട്ടു. ഇതിന്റെ അനുഗ്രഹം ഭവനങ്ങളിൽ വെളിപ്പെടണ്ടേ? ഇതിന്റെ അനുഗ്രഹങ്ങൾ തലമുറകളിൽ വെളിപ്പെടണ്ടേ? കഴിഞ്ഞ 9 ദിവസം പ്രാർത്ഥിക്കുവാണ്. +1 +2 SLC ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് വിജയത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രാർത്ഥിക്കുക. നിയോഗം തന്ന ചില പ്രധാനപ്പെട്ട നിയോഗമാണ്. തകർന്ന കുടുംബ ബന്ധങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച്, തകർന്ന് എൻ്റെ മകൻ്റെ ജീവിതം, എൻ്റെ മകളെ കല്യാണം കഴിച്ച് അയച്ച ആ സ്ഥലത്ത്, അവിടെ ആ വീട്ടിൽ എൻ്റെ ഇന്ന വ്യക്തി, എൻ്റെ കുടുംബത്തിനകത്ത് 1 ദിവസം സന്തോഷം, 10 ദിവസം വഴക്ക്, 10 ദിവസം സമാധാനം, യാത്ര പോകുന്നു, ഫുഡ് കഴിക്കുന്നു, 1 മാസം മിണ്ടത്തില്ല. എന്താണാവോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ? ഞങ്ങൾ തന്നെ ആയിരുന്നോ ഇനി വിവാഹം കഴിക്കേണ്ടിയിരുന്നത്? ഇനി ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ? ആവശ്യമില്ലാത്തത് ചിന്തിക്കണ്ട. ചില തകർച്ചകൾ മാറാൻ ദൈവം ഒരുക്കുന്ന സമയമാണ്. അതിനാകൊണ്ടാണ് നിന്നെ ദൈവം വിളിച്ചതിനകത്ത് കയറ്റി ഇരുത്തിയത്. ചില തകർച്ചകളെ ഓർത്ത് പ്രാർത്ഥിച്ച്, ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിൽ തകർന്ന ബന്ധങ്ങൾ, തകർന്ന കുടുംബങ്ങളെ ദൈവം പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. തകർന്ന ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ, അവരെ അതിൽ നിന്ന് രക്ഷിക്കണമേ, അവരെ സ്നേഹത്തിൽ കൊണ്ടുവരണമേ, ഐക്യത്തിൽ കൊണ്ടുവരണമേ, അനുഗ്രഹമുള്ള തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, രോഗസൗഖ്യം. ചിലർ ഇന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ കേട്ടില്ലേ? പറഞ്ഞു കിഡ്നി സൗഖ്യം ഉണ്ടാകട്ടെ, ആ വിഷമമുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മേഖലകളിൽ സൗഖ്യമായത് മാറി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഏത് അവയവത്തിനാണ് നിങ്ങൾക്ക് വിഷമമുള്ളത്, ഏതു ശരീരത്തിന്റെ ഭാഗത്താണ് വേദന അനുഭവിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പറയണം. 3 പ്രാവശ്യമെങ്കിലും വിശ്വാസത്തിൽ അകത്ത് പറയണം. യേശുവിന്റെ നാമത്തിലുള്ള ഒരു സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ, രോഗം സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടുവേദനയുള്ളവർ,
കിഡ്നി രോഗമുള്ളവർ, ഹാർട്ടിന് പ്രശ്നമുള്ളവർ, നടക്കുമ്പോൾ കിതയ്ക്കുന്നവർ, ശരീരത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഉറങ്ങാൻ പറ്റാത്തവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, പലതരത്തിൽ വേദനകൾ അനുഭവിക്കുന്നവർ, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യമായത് മാറട്ടെ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്നു, വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില അമ്മമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകന് ഇത്ര വയസ്സായി, എൻ്റെ മകൾ ഇത്രയും പ്രായമായി, വിവാഹം ഒത്തുവരുന്നില്ല, വിവാഹം നടക്കുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയരെ. ആ മകന്റെ ആ മകളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് മംഗളകരമായ ഒരു കാര്യം ഭവനത്തിൽ നടക്കട്ടെ. ഉത്സവത്തിന്റെ ആഘോഷം എന്ന പോലെ ചില നന്മകൾ ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ നടക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, എന്തേലും ഒരു കല്യാണം നടക്കാനല്ല, ഏതേലും ഒരു കല്യാണം നടക്കാനല്ല ദൈവം ചേർത്തു വച്ചത്. വാശി പിടിച്ചൊന്നും മേടിച്ചെടുക്കണ്ട, വാശി പിടിച്ച് ആരെയും സ്വന്തമാക്കാൻ നിൽക്കണ്ട. അതൊക്കെ പിന്നീട് ദോഷവാ, അതൊക്കെ പിന്നീട് കയ്പ. വാശി പിടിച്ചൊന്നും എനിക്ക് വേണ്ട, വാശി പിടിച്ച് പണം വേണ്ട, വാശി പിടിച്ച് ആ ബന്ധം വേണ്ട, എനിക്ക് വാശി പിടിച്ചൊന്നും വേണ്ട. ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ചത് മതി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരും. ഒന്നും ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിക്കണ്ട, ഒന്നും വാശി പിടിച്ചു മേടിക്കണ്ട. ഇത് നടന്നായി, അത് വേണ്ട. ദൈവം എനിക്ക് തന്നതാണെങ്കിൽ മതി, ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ മതി, ദൈവം എനിക്ക് തന്ന പണം മതി, ദൈവം എനിക്ക് തന്ന ബന്ധം മതി, ദൈവം എനിക്ക് തന്ന സ്ഥലം മതി, ദൈവം എനിക്ക് തന്ന ആരോഗ്യം മതി. നിങ്ങൾ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മകന്റെയും മകളുടെയും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു പന്തൽ ഉയരുന്നത്, നിങ്ങളുടെ കുടുംബക്കാർ സന്തോഷത്തോടെ വരുന്നത്, വിവാഹത്തിന് ക്ഷണിക്കാൻ നിങ്ങൾ പോകുന്നത്, അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വിവാഹത്തിന്റെ മേൽ, ഒരു കുടുംബ ജീവിതത്തിന്റെ മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ അത് അനുഗ്രഹമാകും. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാമത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിക്കുന്നത്, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച്, ദൈവമേ, ഞങ്ങൾക്ക് തലമുറകളെ ലഭിക്കുമോ? കുഞ്ഞിനെ എടുത്ത ഒരു അപ്പനെയോ കുഞ്ഞിനെ എടുത്ത ഒരു അമ്മയോ കാണുമ്പോൾ, ഹോ, അതുപോലൊരു കുഞ്ഞിനെ കൈകളിൽ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കുന്നവരുണ്ട്, കടങ്കഥ പറയുവല്ല, ചുമ്മാ ആളുകളെ വിഷമിപ്പിക്കാൻ പറയുവല്ല. കൊതിക്കുന്നവരുണ്ട്, ഒരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ചില ഡോക്ടറെ കണ്ടപ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അത്ഭുതം കാണുമെന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുമെന്ന് വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ജോലി മേഖലയുടെ വാതിൽ തുറക്കണം. എൻ്റെ മകൾ ഒരു രാജ്യത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, വിസ റിജക്റ്റ് ആകുന്നു, ലോണ് പാസ്സാകുന്നില്ല. എല്ലാ വഴികളും 4 വശവും മതിൽ കൊണ്ട് കെട്ടി അടച്ച പോലൊക്കെ തോന്നുന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. ഇസ്രായേൽ ജനമുണ്ടല്ലോ, ചെങ്കടലിന്റെ സമീപത്തെത്തിയപ്പോൾ അവര് സ്തോത്രം ചെയ്യുകയല്ല ചെയ്ത്, പിറുപിറുക്കുക ചെയ്തത്. എവിടെ വഴി? ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? അവിടെ ഞങ്ങൾക്ക് ഫറവോയുടെ അവിടെ അടിമത്തത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു, ഭക്ഷണമുണ്ട്. ഇവിടെ ഭക്ഷണം ഇല്ല. ഞങ്ങളെ എല്ലാം കൂടെ വളഞ്ഞ് ചുറ്റി പൂട്ടിക്കളഞ്ഞു. അവിടെയാണ് മോശ കരമുയർത്തിയത്. കരമുയർത്തുന്നവന്റെ മുമ്പിൽ വഴികളെ ദൈവം തുറക്കും. തുറക്കുന്നവന്റെ മുമ്പിൽ ദൈവം വാതിലുകളെ തുറക്കും. അതെപ്പോഴും അങ്ങനാണ്, അതങ്ങനെയാണ്. നാട്ടുകാർ പറഞ്ഞു, കൈനോട്ടക്കാരൻ പറഞ്ഞു, നാളെ നോക്കുന്നവൻ പറഞ്ഞു, എല്ലാ വഴി അടഞ്ഞാ കാണുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഏത് കൊട്ടിയടച്ച വാതിലും തുറന്നിട്ടുണ്ട്. വാ തുറക്കുന്നവന്റെ മുമ്പിൽ ദൈവം വഴി തുറന്നിട്ടില്ലേ? അന്ധനായ മനുഷ്യൻ വഴിയിലിരുന്ന് വാ തുറന്നു യേശുവേ എന്ന് വിളിച്ചപ്പം അവന്റെ മുമ്പിൽ സൗഖ്യത്തിന്റെ വാതിലാ തുറന്നത്. എല്ലാ സാമ്പത്തിക തകർച്ചയിൽ കിടക്കുന്നവർ വാ തുറന്ന് വിളിക്കുമ്പോൾ അതിന്മേൽ ഒരു തടസ്സത്തെ മറികടന്ന് പുറത്തു കിടക്കാൻ വാതിലാ ദൈവം തുറക്കുന്നത്. വാ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യത്തിന്റെ വാതിലാ തുറക്കുന്നത്. വിടുതലിന്റെ വാതിലിനെ ആ ദൈവം തുറക്കുന്നത്. കർത്താവേ, ആ കരങ്ങളെ ഉയർത്തി ഞങ്ങൾ ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് വാ തുറക്കുന്നവന്റെ മുമ്പിൽ, കൈ ഉയർത്തുന്നവന്റെ മുമ്പിൽ വാതിലുകളും വഴികളും
ഹൃദയം തുറക്കുക. യേശുവേ, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയേ, യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കും. അർത്ഥമറിഞ്ഞെന്ന് പാടിയേ. സ്വപ്നം കാണുമ്പോ, സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കും. ഇനി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശരീരത്ത് ട്യൂമർ, മുഴകളുള്ളവർ, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണോ എന്നൊരു സംശയമുണ്ട്, പേടിച്ചായിരിക്കുന്നേ. നിങ്ങൾ പ്രാർത്ഥിച്ചേ, അത്ഭുതങ്ങൾ നടക്കും. വലിയ ദൈവപ്രവൃത്തി ആ വിഷയത്തിനകത്ത് നടക്കും. ആമേൻ. കണ്ണിന് കാഴ്ച പ്രശ്നമുള്ളവർ പ്രാർത്ഥിക്കുക. എൻ്റെ വീടും സ്ഥലവും ഒന്ന് വിറ്റ കടം വീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവരില്ലേ? ആരൊക്കെയോ ഞങ്ങളുടെ വീട് സ്ഥലവും വിൽക്കാൻ തടസ്സമാണ്, അത് നോക്കണ്ട, ദൈവം നിനക്ക് വാതിൽ തുറക്കുന്നുണ്ട്. ആമേൻ. ചിലരുടെ കയ്യിൽ ഒരു പിടി മണ്ണ് ഇരിപ്പുണ്ട് ആ കൂടിനകത്ത്. ചിലരുടെ ബാഗിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇരിപ്പുണ്ട്, പറമ്പിൽ നിന്ന് വാരിക്കൊണ്ട് വന്നതാ. അതൊക്കെ എടുത്തു പിടിച്ചിട്ട് പറഞ്ഞേ, ഞാനൊരു അത്ഭുതം കാണും. ആമേൻ. ആരൊക്കെ വഴിയടച്ചാലും ഈശോയേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. 2 പാസ്പോർട്ടൊക്കെ ആയിട്ട് വന്നവർ കൈകളെടുത്തിട്ട് പറ, ഇതിനകത്ത് ദൈവം എന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം. ഈ വിസ റിജക്റ്റ് ആകാൻ പാടില്ല. ഇതിനകത്ത് എനിക്കൊരു ഓപ്പണിംഗ് ഉണ്ടാകണം, ഒരു വാതിൽ തുറന്നു കിട്ടണം. പ്രാർത്ഥിക്ക്. ജപ്തിയുടെ നടുവിൽ നിൽക്കുന്നവർ, സ്വന്തമായൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, BSc നഴ്സിംഗിന് പഠിക്കുന്നവർ, OET IELTS എക്സാമിന് പഠിക്കുന്നവർ, ജർമ്മൻ ഭാഷ പഠിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ PR കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ, ലക്ഷങ്ങൾ മുടക്കി പോയതാ, തിരിച്ച് ലജ്ജിച്ച് വരേണ്ടി വരുവോ? ഇല്ല, വീണടത്ത് കിളിർക്കും, ചെന്നിടത്ത് വളരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ചെടികൾ അത് ഒടിച്ചതാ, അതിനെ പറമ്പിലോട്ടിട്ട് 2 മാസം കഴിയും അത് വീണടത്ത് ഉഷാറായിട്ട് കയറി വരുവാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമാണോ എത്തിച്ചത്? ഉഷാറായിട്ട് വരും, അനുഗ്രഹമായി വരും, അനുഗ്രഹമായി വരും. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളെ അടച്ച് ഇപ്പോൾ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കും. ചെവിയുടെ കേൾവി പ്രശ്നമുള്ളവർ, ചില വൈരാഗ്യത്തിലും വെറുപ്പതിലും കഴിയുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ച്, നഷ്ടപ്പെട്ട സ്വർണത്തെ ഓർത്ത്, പണത്തെ ഓർത്ത് വിഷമിക്കുന്നു, ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ, കർത്താവേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അലർജി രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു, വെള്ളപ്പാണ്ട് മാറാൻ പ്രാർത്ഥിക്കുന്നവർ, വിസ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നവർ, PCOD പ്രശ്നം മാറുവാൻ, മക്കൾ വിശ്വാസത്തിൽ വളരുവാൻ, സകല നിയോഗം അൾത്താരിൽ എടുത്തു വെച്ച നിയോഗങ്ങളെ സകലതും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി ജീസസ് യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കാൻ കരമടിച്ചു പാടാം. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ വീടിച്ചെന്നെ വഴി നടച്ചെന്ന് പറയാമോ? വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലനും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ വീടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കാ കരുതും അവൻ നല്ല ഓഹരി, അമ്മേനായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും.
കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളുടെ കരങ്ങളിൽ ആ നിയോഗ കൊന്തയുണ്ടെങ്കിൽ എടുത്തു പിടിക്കാം. 3 പ്രാവശ്യം ആ നിയോഗ പ്രാർത്ഥന ചൊല്ലുവാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ഏറ്റവും ഉചിതമായ സമയത്തായിരുന്നു ഞാനിന്ന് ഈ വചനം കേട്ടത്, ഏറ്റവും അത്യാവശ്യമായ ഒരു സമയത്താണ് ദൈവം എന്നെ ഈ വചനമൊക്കെ കേൾപ്പിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, ബാംഗ്ലൂർ ഒക്കെ, തമിഴ്നാട്, ചെന്നൈ, പൂനെ എന്നൊക്കെ ആൾക്കാരുണ്ട്. എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരനുഗ്രഹമായിട്ടാണ് പോകുന്നത്. കാര്യം ഞങ്ങൾക്കറിയാം, ചുരമിറങ്ങി മണിക്കൂറുകൾ യാത്ര ചെയ്ത് ചിലപ്പോൾ വെളുപ്പിന് 6 മണിയാകും നാട്ടിലെത്തുമ്പോൾ, ചിലപ്പോൾ 8:30 ആകും നാളെ, ചിലപ്പോൾ രാത്രി 12 മണിയൊക്കെ ആകും. കർത്താവ് വീടെത്തുമ്പോൾ വീട്ടിലെങ്ങനെ ആയിരിക്കും, ജീവിത പങ്കാളി എങ്ങനെ ആയിരിക്കും, ദേഷ്യമായിരിക്കുമോ, കള്ളു കുടിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പേടിയുണ്ട്. പക്ഷെ ദൈവത്തിന് വേണ്ടി നിന്നവരെ ഉണ്ടല്ലോ, ദൈവം ഇന്നു വരെ കൈയൊഴിഞ്ഞിട്ടില്ല. 2 കാര്യമുണ്ട്. കൈയൊഴിയുന്ന മനുഷ്യരെ കാണാം പലയിടത്തും, പക്ഷെ കൈയൊഴിയുന്നൊരു ദൈവത്തെ ഈ പുസ്തകത്തിനകത്ത് എവിടെയും കാണത്തില്ല. കൈയൊഴിയുന്ന മനുഷ്യന്മാർ സ്ഥലം, സമയം, സാഹചര്യമൊക്കെ നോക്കി കൈയൊഴിഞ്ഞു പോകും. ദൈവം നിന്നെ കൈയൊഴിയത്തില്ല. അത് വിശ്വസിച്ച കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞ് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ശുശ്രൂഷകർ നേർച്ച ഭക്ഷണവും നേർച്ച അരിയും യഥാസ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കുക. ചൊല്ലി പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, നസ്രായനായ എൻ്റെ യേശുവേ, ഇന്ന് ഞാൻ സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്നു എന്നെ അനുഗ്രഹിക്കണം. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്നു എന്നെ അനുഗ്രഹിക്കണം. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്നു എന്നെ അനുഗ്രഹിക്കണം. കരങ്ങൾ താഴ്ത്താം. ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മൾ ഒരുമിച്ച് കാണത്തില്ല എങ്കിലും വളരെ നേരത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകരുടെയും വൈദികരുടെയും പേരിൽ ഈ അനുഗ്രഹം എന്ന കുടുംബത്തിൽ നിന്ന് നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുവാണ്. ഈസ്റ്റർ ആശംസിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. മിക്ക വീട്ടിലും ആ ഈസ്റ്ററിൻ്റെ അന്ന് വഴക്കും ബഹളവും ചീത്തവിളി, അന്ന് ഇച്ചിരി കള്ളു കുടിച്ചു, ഭക്ഷണം എടുത്ത് എറിഞ്ഞു. നമ്മൾ കൊതിയോടെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വീട്ടിലന്ന് സന്തോഷമുള്ള ദിവസം, ആവശ്യമില്ലാത്ത വഴക്കുണ്ടാവില്ല. ഒരാൾ ആ മുറി പോയി, ഒരാൾ ഈ മുറി കിടന്ന് കുറേ നേരം TV ഓണാക്കി കുറേ നേരം കിടന്ന് ആ ദിവസം പോയി. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി പറയാം, ഈ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റണില്ലല്ലോ, ഒരു നല്ല ഇറച്ചി മീനും ഒക്കെ മേടിച്ച് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പൈസ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു കരുതൽ ഞങ്ങളുടെ കൈവശമുണ്ട്. ഒരിക്കലും മടി വിചാരിക്കേണ്ട. നിങ്ങളുടെ വീടാണ്. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത്. ഒരാളും മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിമ പോലീസ് പിടിച്ചു ജയിലിൽ കിടക്കുക കേൾക്കാൻ ഇടയാകരുത്. എന്തു കേൾക്കാൻ ഇടയാകണം? ഇവിടെ വന്ന് നിയോഗം പ്രാർത്ഥിച്ചവരാകാം, വചനം കേൾക്കുന്നവരാ, രക്ഷപ്പെട്ടു എന്ന് കേൾക്കണം. നമ്മളെ പലരും അങ്കിളും ആൻറ്റി എന്നൊക്കെ വിളിക്കണ്ടേ? നമ്മളെ പലരും അങ്കിളും ആൻറ്റി എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥ വരണം. നമ്മളിലെ നന്മ കണ്ട് പലരും അമ്പരക്കണം. ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരണം, പ്രതാപത്തോടെ ഐശ്വര്യത്തോടെ. ആ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു.
ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ശബ്ദമുയർത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. അടുത്ത വെള്ളിയാഴ്ച ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുകയില്ല. അടുത്ത വ്യാഴാഴ്ച പെസഹ വ്യാഴവും പിന്നീട് ദുഃഖവെള്ളിയുമാണ്. അതിനുശേഷം വരുന്ന വ്യാഴം വെള്ളി ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും നിങ്ങളെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ.